ഇന്ന് ലോകത്തിൽ മനുഷ്യരെ നോക്കുമ്പോൾ ഏത് നിലവാരത്തിലുള്ളവരായാലും, സാമ്പത്തികമായും സാമൂഹികമായും വിദ്യാഭ്യാസപരമായും ഏത് നിലവാരത്തിലുള്ളവരായാലും മനുഷ്യൻ പ്രശ്നങ്ങളുടെ നടുച്ചുഴിയിലാണ്. അത് ഭൗതികർക്ക് മാത്രമല്ല, ആത്മീകർക്കുമുണ്ട്. പ്രൈസ് ഗോഡ്. വലിയ പ്രതികൂലങ്ങളുടെ മുമ്പിലാണ്, പ്രശ്നങ്ങളുടെ മുമ്പിലാണ്, പ്രയാസങ്ങളുടെ മുമ്പിലാണ് മനുഷ്യൻ നിൽക്കുന്നത്. പ്രൈസ് ഗോഡ്. എന്നാൽ സാധാരണ മനുഷ്യനേക്കാൾ നമുക്ക് ഒരു പദവിയുണ്ട്, ഒരു പ്രത്യാശയുണ്ട്, ഒരു ഉറപ്പുണ്ട്. അത് ഇന്ന് മനസ്സിലാക്കി നമ്മൾ മടങ്ങിപ്പോകണം. പ്രൈസ് ഗോഡ്. എന്തെങ്കിലും പ്രശ്നമില്ലാത്തവര്, ഏതെങ്കിലും വിധത്തിൽ പ്രതികൂലങ്ങളില്ലാത്തവര് ഇല്ല. പ്രൈസ് ഗോഡ്. കഷ്ടതയും നഷ്ടവും ഭാരവും പ്രയാസവും. പ്രൈസ് ഗോഡ്. ചിലർക്ക് സാമ്പത്തിക വിഷയത്തിലുള്ള ഞെരുക്കമായിരിക്കാം. മറ്റു ചിലർക്ക് പ്രൈസ് ഗോഡ് വീട്ടിലുള്ള ഒരു വ്യക്തിയിൽ ബാധിച്ചിരിക്കുന്ന രോഗമായിരിക്കാം. ഇനിയും ചിലർക്ക് പരീക്ഷയിൽ തോറ്റുപോയ തന്റെ മകനായിരിക്കാം. മറ്റു ചിലർക്ക് വിവാഹം നടക്കാത്ത മകളായിരിക്കാം. ഇനിയും ഒരാൾക്ക് ജോലി ലഭിക്കാത്ത ഒരു പൈതലായിരിക്കാം. മറ്റു ചിലർക്ക് ഒരു കിടപ്പാടമില്ലാതെ പ്രൈസ് ഗോഡ് അലയുന്ന അനുഭവമായിരിക്കാം. വാടക വീട്ടിൽ നിന്ന് വാടക വീട്ടിലേക്ക്. ഇന്നലെ ഞാൻ ഒരു വീട്ടിൽ ഡെഡിക്കേഷന് ചെന്നപ്പോൾ ആ വീട്ടിലെ സഹോദരി കണ്ണുനീരോട് സാക്ഷ്യം പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു: ഞങ്ങളുടെ ഭർത്താവിൻ്റെ വീട്ടിലും എൻ്റെ വീട്ടിലും സ്വന്തമായി വീടില്ല. ഈ വീട് ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് തന്നതാണ്. പ്രൈസ് ഗോഡ്. എന്നിട്ട് പറയുകയാണ്, 23 വീടുകൾ വാടക വീട്ടിലേക്ക് മാറി 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 താമസിച്ചു. 23 വീട്. ഒരു വീട് ഷിഫ്റ്റ് ചെയ്യണമെങ്കിലുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. പ്രൈസ് ഗോഡ്. ഞാൻ ഒറ്റ പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഞങ്ങളുടെ ക്വാർട്ടേഴ്സിൽ നിന്ന് ആക്കാനാട്ടെ ഒറ്റ പ്രാവശ്യം പോകുന്നു. ഇപ്പോഴും മറന്നിട്ടില്ല. 23 വീട് വാടകയ്ക്കും വീട് മാറിയെന്ന്. പ്രൈസ് ഗോഡ്. ഒരു ഭവനമില്ലാത്തവർ, ജോലിയില്ലാത്തവർ, രോഗികളായിട്ടുള്ളവർ, തലമുറയില്ലാത്തവർ, സന്തോഷമില്ലാത്തവർ, സമാധാനമില്ലാത്തവർ. പക്ഷെ ഇന്ന് നമുക്കൊരു ധൈര്യമുണ്ട്. ദാവീദിന്റെ അടുക്കൽ വന്നുകൂടിയവർ, സന്തോഷമില്ലാത്തവർ, സമാധാനമില്ലാത്തവർ, സന്തുഷ്ടിയില്ലാത്തവർ, ഞെരുക്കമുള്ളവർ, കടമുള്ളവർ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇങ്ങനെ വലിയൊരു കൂട്ടം ദാവീദിന്റെ അടുക്കൽ വന്നുകൂടി. പ്രൈസ് ഗോഡ്. എന്നാൽ ഏതാനും ചില അധ്യായങ്ങൾ കഴിയുമ്പോൾ പ്രൈസ് ഗോഡ് പരിശുദ്ധാത്മാവ് അവിടെ എഴുതി, ദാവീദിന്റെ കൂടെയുള്ള വീരന്മാരാവിത്. ഇവരെ ഒക്കെ, ഈ കടമുള്ളവരെയും ഞെരുക്കമുള്ളവരെയും ഭാരമുള്ളവരെയും സന്തുഷ്ടിയില്ലാത്തവരെയും സമാധാനമില്ലാത്തവരെയും പിന്നത്തേതിൽ ദാവീദിന്റെ കൂടെ നിന്ന ഈ പ്രിയപ്പെട്ടവരെ ദാവീദിന്റെ ദൈവം പണിതെടുത്തു. അവരെ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഇടം കൈ കൊണ്ടും വലം കൈ കൊണ്ടും യുദ്ധം ചെയ്യാൻ പ്രാപ്തരായ സമർത്ഥരാക്കി മാറ്റി. പ്രൈസ് ഗോഡ്. ഇവര് ദാവീദിന്റെ അടുക്കൽ വന്ന് കൂടുമ്പോൾ ദാവീദ് രാജാവല്ല, ദാവീദ് രാജഗോത്രത്തിൽ ജനിച്ചവനുമല്ല. പക്ഷേ ദാവീദിനെ ദൈവം രാജാവാക്കിയപ്പോൾ അവന്റെ കൂടെ നിൽക്കാൻ ദൈവം അയച്ചു. ഇന്ന് പകൽ ദൈവമക്കളെ, നിന്റെ പദവിക്കൊത്തവണ്ണം നിന്റെ കൂടെ നിൽക്കാൻ ദൈവം അയക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി കഴിഞ്ഞ ആഴ്ച ദൈവം എന്നെ ചിന്തിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു ഭാഗം, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. പറഞ്ഞത് തന്റെ ശിഷ്യന്മാരോട്. 12 ശിഷ്യന്മാർ യേശുവിനുണ്ടായിരുന്നു. യൂദാ പോയി. ബാക്കി 11 പേരോടാണ് കർത്താവ് സ്വർഗ്ഗാരോഹണ സമയത്ത് പറയുന്നത്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. താഴോട്ട് വായിക്കുമ്പം പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, എത്ര പേര് കാത്തിരുന്നു? 120 പേര്. 12 പേരോട് പ്രൈസ് ഗോഡ് തികഞ്ഞില്ല. 11 പേരോട് പറഞ്ഞു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ,
ദൈവം 120 പേരെ കൂട്ടിച്ചേർത്തു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവ പൈതലെ, നിന്നോട് കൂട്ടിച്ചേർക്കാൻ ദൈവം മതിയായവനാണ്. ഈ ഉപവാസം കഴിയുമ്പോൾ, ഈ ഉപവാസത്തിന്റെ 5-ാം ദിവസമാണ് ഇത്. 10 ദിവസം കഴിയുമ്പോൾ എൻ്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങൾക്ക് നിവൃത്തിയുണ്ടാകുമെന്ന് പറഞ്ഞ് കാത്തിരിക്കാൻ മനസ്സുള്ള ദൈവങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്നോട് പറഞ്ഞ വാക്കുകൾക്ക്, നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾക്ക്, ദൈവം നിനക്ക് തന്ന ദർശനത്തിന്, ദൈവം നിനക്ക് തന്ന ആലോചനയ്ക്ക്, ദൈവം നിന്നോട് പറഞ്ഞിട്ടുള്ള പ്രൈസ് ഗോഡ് ഹല്ലേലൂയ നിന്നെ കുറിച്ചുള്ള മഹത്വമേറിയ കാര്യങ്ങൾ, യെരൂശലേമേ യെരൂശലേമേ നിന്നെ കുറിച്ച് മഹത്വമുള്ള കാര്യങ്ങൾ അരുളി ചെയ്തിരിക്കുന്നു. എന്തെല്ലാം സംഭവിച്ചാലും വാക്കുമാറാത്തവൻ ആ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഈ വിശ്വാസമുള്ളവർക്കുള്ള സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഇതിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചേ. യഹോവേ, ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. ഇനി 5-ാം വാക്യം വായിച്ചേ. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എന്റെ ഉള്ളം കാത്തിരിക്കുന്നു, അവന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു. ഇനി 6-ാം വാക്യം. ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ എന്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. 4 വാക്യങ്ങളിൽ കൂടെ ദാവീദ് ആദ്യമായിട്ട് പറയുന്നതെന്നറിയാമോ? ഞാൻ നിലവിളിക്കുന്നു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് വ്യക്തിപരമായി ചോദിക്കട്ടെ, എത്ര പേർക്ക് നിലവിളിക്കാൻ അറിയാം? എത്ര പേർക്ക് നിലവിളിക്കാൻ അറിയാം? പ്രൈസ് ഗോഡ്. നിലവിളിക്കാൻ അറിയാവുന്നവന് പ്രൈസ് ഗോഡ് ഒരു ഉറപ്പുണ്ട്. ഞാൻ നിലവിളിച്ചാൽ ഒരമ്മമാർവോട് അണയ്ക്കുന്നത് പോലെ ഓടി വന്ന് എന്നെ കോരിയെടുത്ത്, മകനെ മകളെ നിന്റെ ആവശ്യം എന്തെന്ന് ചോദിക്കാൻ സ്നേഹമുള്ളൊരു ദൈവം എനിക്കുണ്ട്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ ചേർത്ത് പറയാം. നീ എവിടെ നിന്ന് നിലവിളിച്ചാലും പ്രൈസ് ഗോഡ്, മാതാവ് കേൾക്കത്തക്ക ശബ്ദത്തിൽ ഒരു കുഞ്ഞ് നിലവിളിച്ചാൽ മാതാവ് കേട്ടാൽ അടങ്ങിയിരിക്കുമോ? അടങ്ങിയിരിക്കത്തില്ല. പ്രൈസ് ഗോഡ്. തൻ്റെ കുഞ്ഞ് കരയുന്ന ശബ്ദം കേട്ടാൽ എന്ത് പണിയിലിരിക്കുകയാണെങ്കിലും അത് ഇട്ടോടും. പ്രൈസ് ഗോഡ്. കറിക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും, മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിലും, ഇറച്ചി നുറുക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിലും, അടപ്പത്ത് വല്ലതും വറുത്തുകൊണ്ടിരിക്കുകയാണെങ്കിലും, പൊരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും, വേവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, തുണി തേച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും, അലക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിലും, വീട്ടിലെ എന്ത് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും, പ്രൈസ് ഗോഡ്, തൻ്റെ കുഞ്ഞ് കരയുന്ന ശബ്ദം കേട്ടാൽ ആ പണിയിട്ടിട്ട് മാതാവ് കുഞ്ഞിൻ്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നിന്റെ കരച്ചിലിന്റെ ശബ്ദം നീ എവിടെ ഇരുന്ന് കരഞ്ഞാലും കേൾക്കാൻ കഴിയുന്ന ഒരുവൻ ഉണ്ട്. അവന്റെ ചെവിട്ടിൽ നിന്റെ കരച്ചിലിന്റെ ശബ്ദം വീണാൽ ഒരു നിമിഷം താമസിക്കത്തില്ല. അവൻ ഓടി വന്ന് നിന്നെ മാർവോടണച്ച്, മകനെ മകളെ എന്താണ് കാര്യമെന്ന് ചോദിക്കാൻ. ദൈവം വിശ്വസ്തനാണ്. പ്രൈസ് ഗോഡ്. ഇങ്ങനൊരു വിശ്വാസമുണ്ട്, എനിക്കുണ്ട്. പ്രൈസ് ഗോഡ്. ഞാൻ കരഞ്ഞാൽ കേൾക്കാൻ എനിക്ക് മാതാവിനേക്കാൾ പിതാവിനേക്കാൾ എന്നെ സ്നേഹിക്കുന്ന യേശുണ്ടെന്ന് എത്ര പേർക്ക് മനസ്സിലാക്കുന്നത് എനിക്ക് അറിയത്തില്ല. ഇന്ന് പകൽക്കാലം ഇത് നീ മനസ്സിലാക്ക്. നീ കരഞ്ഞാൽ, നീ സങ്കടപ്പെട്ടാൽ, നീ തേങ്ങിയാൽ, നീ നെടുവീർപ്പെട്ടാൽ, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഈ ദൈവത്തിന്റെ സ്വഭാവമാണ് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ആമേൻ. ആ പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 3-ാം അധ്യായം. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവം ആമേൻ. 3-ാം അധ്യായം, അതിന്റെ 2-ാം അധ്യായം 23, 24, 25. ഏറെ നാൾ കഴിഞ്ഞിട്ട് മിസ്രയീം രാജാവ് മരിച്ചു. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിലെത്തി. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിൽ എത്തി.
ഉറപ്പാണ്. നിന്റെ നിലവിളി ദൈവസന്നിധിയിൽ എത്തും. നിന്റെ നിലവിളി ദൈവസന്നിധിയിൽ എത്തും. എൻ്റെ നിലവിളി ദൈവസന്നിധിയിൽ എത്തും. എൻ്റെ കരച്ചിൽ ദൈവസന്നിധിയിൽ എത്തും. നിനക്കൊരു കാര്യം ഉറപ്പാക്കാം, ചെവിയെ നട്ടവൻ അത് കേൾക്കയില്ലയോ, അവൻ കേൾക്കാതിരിക്കത്തില്ല. അവൻ ഇന്ന് പകൽക്കാലം യഹോവ എൻ്റെ യാതനാ ശബ്ദം കേട്ടിരിക്കുന്നുവെന്ന് ദാവീദ് പറഞ്ഞതുപോലെ. കഴിഞ്ഞ നാളുകളിൽ നിന്റെ കിടപ്പ് മുറിയിൽ കയറി കിടക്കയിൽ കിടന്ന് കടന്ന് കരഞ്ഞ ദൈവപൈതലേ, നിന്റെ കരച്ചിൽ അവൻ കേട്ടു. ചിലര് കുളിമുറിയിലിരുന്ന് കരഞ്ഞു കാണും. ബാത്റൂമിൽ കയറിയിരുന്ന് പൈപ്പ് തുറന്നു വിട്ട് കരഞ്ഞത് ദൈവം കേട്ടു. ദൈവം കേട്ടു, ദൈവം കേട്ടു, യേശു കേട്ടു. ആമേൻ. ദൈവം യേശു കേട്ടിട്ടുണ്ടെങ്കിൽ അവിടെ കിടന്ന് കരയട്ടെ എന്ന് വിചാരിച്ച് ഈ ലോകത്തിലൊരു മാതാവിന് പോലും ഇരിക്കാൻ വയ്യെങ്കിൽ പ്രൈസ് ഗോഡ്, യേശു കേട്ടാലത്തെ സ്ഥിതി എന്താണ്? അതുകൊണ്ടാണ് കരയാൻ അറിയാവുന്ന ജനത്തിന് വിടുതലിനെ കുറിച്ച് ഭാരപ്പെടേണ്ട. കരയാൻ അറിയാവുന്ന ജനത്തിന് രക്ഷയെ കുറിച്ച് ഭയപ്പെടേണ്ട. കരയാൻ അറിയാവുന്ന ജനത്തിന് എന്റെ കാര്യത്തിന് മാറ്റം വരുമെന്ന് സംശയം വേണ്ട. നിന്റെ വിഷയത്തിന് മാറ്റമുണ്ട്. ആമേൻ. അപ്പൊ കരയാൻ അറിയാവുന്ന ജനത്തിന് മാറ്റമുണ്ട്. പ്രൈസ് ഗോഡ്. അതോടൊപ്പം ഒരു കാര്യം കൂടെ ഓർത്തോണം. പ്രൈസ് ഗോഡ്. ഞാൻ തുടരുന്നതിനോ പറയാം. കരയിപ്പിക്കുന്നവനെ ഓർത്ത് വിഷമിക്കണ്ട. നിന്നെ കരയിപ്പിക്കാൻ ദൈവം പ്രൈസ് ഗോഡ് ഹല്ലേലൂയ അവനെ വിട്ടതാ. എന്തിനെന്നറിയാമോ? ദൈവത്തിന് നിന്റെ അടുക്കലോട്ടൊന്ന് വരണം. നീ കരഞ്ഞിട്ട് കുറെ നാളായി, കുറെ ദിവസങ്ങളായി. നീ ഒന്ന് കരഞ്ഞത് കണ്ടിട്ട് നിന്റെ അടുക്കലേക്ക് വരുവാൻ ചിലപ്പോൾ ചിലരെ അയച്ചെന്നിരിക്കും. പ്രൈസ് ഗോഡ്. ഞാൻ വിചാരിക്കാറുണ്ട് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ഈ ഹന്നയെ കരയിപ്പിക്കാൻ ഒരു പെനിന്ന ഇല്ലായിരുന്നെങ്കിൽ ഹന്ന ഇപ്പോഴും മച്ചിയായിട്ടുണ്ട്. ഹന്നയെ കരയിപ്പിക്കാൻ ഒരു പെനിന്ന ഇല്ലായിരുന്നെങ്കിൽ ഹന്ന എന്ന് പറഞ്ഞറിയാമോ? ഓ, എന്തൊക്കെ വന്നാലും എൽക്കാന പെനിന്നയേക്കാൾ ഇരട്ടി എന്നെ സ്നേഹിക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. മാത്രമല്ല എന്ത് മേടിച്ചാലും പ്രൈസ് ഗോഡ് ഹല്ലേലൂയ അവൻ പെനിന്നയ്ക്ക് കൊടുക്കുന്നതിന്റെ ഇരട്ടി എനിക്ക് കിട്ടുന്നത്. മക്കളില്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ഒരു എൽക്കാനയുണ്ടെന്ന് പറഞ്ഞ് കൂടിയനെ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. എൽക്കാനയാണെങ്കിൽ പറഞ്ഞതിനെ, അന്നേ നീ എന്തിനാ പേടിക്കണേ? 10 മക്കളെക്കാൾ ഞാൻ നിനക്ക് ശ്രേഷ്ഠനായ ഭർത്താവല്ലേ. ഭർത്താവിനും സന്തോഷം, ഭാര്യയ്ക്കും സന്തോഷം. പക്ഷെ കുഴപ്പമെന്നറിയാമോ? ഹല്ലേലൂയ, ഹന്നയ്ക്ക് നാട്ടുകാരിട്ടിരിക്കുന്ന ഒരു പേരുണ്ട്, മച്ചി. അന്നത്തെ സമുദായത്തിൽ ഏറ്റവും നികൃഷ്ടമായ ഒരു പേരാണ്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഹന്ന ആ പേരും കൊണ്ട് ജീവിക്കേണ്ടി വന്നേനെ. പക്ഷേ പെനിന്ന അവളെ മുഷിപ്പിക്കുകയും അവളെ വിഷമിപ്പിക്കുകയും അവളെ കരയിപ്പിക്കുകയും ചെയ്തപ്പോൾ പല വർഷവും ആരാധനയ്ക്ക് പോകുമ്പോൾ മുഷിപ്പിക്കും, കരയിക്കും, വിഷമിപ്പിക്കും. പ്രൈസ് ഗോഡ്. ഇങ്ങനെ വന്നപ്പോൾ ഒരു പ്രാവശ്യം ഹന്ന തീരുമാനിച്ചു, ദൈവത്തിന് സ്തോത്രം, ഏതായാലും ഞാൻ കരയുകയാണ്. ഇന്നത്തെ കരച്ചില് ഞാൻ കരയാൻ പോകുന്നത് എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിലാണ്. അവൾ എല്ലാവരും കിടന്നുറങ്ങിയപ്പോൾ, എല്ലാവരും തിന്നുകിടച്ച് ഉറങ്ങിയപ്പോൾ ആലയത്തിലേക്ക് ചെന്നു. അവളുടെ ഹൃദയം പകരത്തക്കവണ്ണം കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇന്ന് പകല് നിന്ന സഹിച്ച് വന്നിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, വേദന സഹിച്ച് വന്നിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഉപദ്രവം സഹിച്ച് വന്നിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ആമേൻ ഹല്ലേലൂയ, ജീവിതത്തിൽ പ്രതികൂലങ്ങളായി വന്നിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നഷ്ടം വന്നിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്ന് പകൽക്കാലം നീ വന്നിരിക്കുന്ന ആരാധന ഒരു പ്രത്യേക ആരാധനയാണ്. ഇന്ന് നിന്റെ വിടുതലിന്റെ ദിവസമാണെന്ന്, നിന്റെ മുഖത്തിന്റെ വാട്ടം മാറ്റുന്ന ദിവസമാണെന്ന്. ഇന്ന് നിന്റെ മുഖത്തിന്റെ വാട്ടം മാറണം. ഇന്ന് നിന്റെ മുഖത്തിന്റെ വാട്ടം മാറണം. കർത്താവേ, ഇന്ന് എന്റെ മുഖത്തിന്റെ വാട്ടമൊന്ന് മാറ്റി അയക്കണമേ. ആമേൻ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവത്തിന് നിന്റെ മുഖത്തിന്റെ വാട്ടം മാറ്റി അയക്കാൻ പറ്റുമെന്ന് വിശ്വാസമുണ്ടോ? എന്ത് വിഷയത്തെക്കുറിച്ചായാലും വേണ്ടുകയില്ല, നിന്റെ മുഖത്തിന്റെ വാട്ടം മാറ്റി അയക്കാൻ ദൈവത്തിന് വിശ്വാസമുണ്ടെങ്കിൽ, ദൈവവചനം പറയുന്നു, അവൻ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന ദൈവമാണ്. നിന്റെ തല കുനിച്ചു കിടക്കുന്ന വിഷയത്തിന്മേൽ നിന്നെ ഉയർത്താൻ കഴിവുള്ള മഹാദൈവത്താണ് എൻ്റെ ദൈവം. ആമേൻ. അപ്പോൾ എൻ്റെ കരച്ചിലിന്റെ ശബ്ദം
ദൈവം കേൾക്കുമെന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം നോക്കി. ഏറെ നാൾ കഴിഞ്ഞിട്ട് മിസ്രൈം രാജാവ് മരിച്ചു. 2-ാം അധ്യായം മിസ്രൈം രാജാവ് മരിച്ചു. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിലെത്തി. അടിമവേല ഹേതുവായിട്ടുള്ള നിലവിളി ദൈവസന്നിധിയിൽ എത്തി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതിന്റെ റിസൾട്ട് അറിയണമെങ്കിൽ ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്. 3-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ. 3-ാം അധ്യായം 7 മുതൽ. യഹോവ അരുളി ചെയ്തത്, മിസ്രൈമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രൈമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവയുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഉയരത്തിലിരിക്കുന്ന ഉന്നതനായ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. എനിക്ക് വേണ്ടി ഇറങ്ങി വരും. നിന്നെ ഞെരുക്കുന്ന ഞെരുക്കം കണ്ട് ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ നിലവിളി കണ്ട് ഇറങ്ങി വരും. നിന്റെ സങ്കടം കണ്ട് ഇറങ്ങി വരും. നിന്റെ നെടുവീർപ്പ് കണ്ട് ഇറങ്ങി വരും. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ആമേൻ. ഞാൻ നെടുവീർപ്പിട്ട വിഷയത്തിന്മേൽ എൻ്റെ ദൈവം ഇറങ്ങി വരുമെന്ന് പറയാൻ സാധിക്കുമോ? ഞാൻ കരഞ്ഞ വിഷയത്തിന്മേൽ എൻ്റെ ദൈവം ഇറങ്ങി വരുമെന്ന് പറയാൻ സാധിക്കുമോ? ഞാൻ നിലവിളിച്ച വിഷയത്തിന്മേൽ എൻ്റെ ദൈവം ഇറങ്ങി വരുമെന്ന് പറയാൻ സാധിക്കുമോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വചനം പറയുന്നു, ഞാൻ ഇറങ്ങി വരും. ഇന്ന് പകൽ വരും. നിനക്ക് വേണ്ടി വരും. നിനക്ക് വേണ്ടി വരും. നിന്റെ വിഷയത്തിന് വേണ്ടി വരും. നിന്റെ വേദനയ്ക്ക് വേണ്ടി വരും. നിന്റെ നഷ്ടത്തിന് വേണ്ടി വരും. ആമേൻ. ദൈവമക്കളെ, ദൈവത്തിന്റെ സ്തോത്രം. ഹഗായി പുസ്തകത്തിൽ അവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഓരോ ആരാധനയ്ക്ക് വരുമ്പോൾ പ്രൈസ് ഗോഡ് വീട്ടിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരണം, ഇന്ന് മുതൽ എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. ഇന്നലെ വരെയുള്ള വിഷയങ്ങൾ എന്തെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇന്ന് ഞാൻ പോകുന്നത് ആരാധനയ്ക്കാണ്. ഹന്ന പോയതുപോലെ ഞാൻ അങ്ങോട്ട് ഇറങ്ങുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറ, ഇന്ന് മുതൽ എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. ഇന്ന് മുതൽ എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. ഇന്ന് മുതൽ എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. ഇറങ്ങി വരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവൻ ഇറങ്ങി വരുന്ന ദൈവമാണ്. ദൈവത്തിന്റെ സ്തോത്രം. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 24-ാം വാക്യം. മത്തായി 14:24. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി. പിന്നെ കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. അടുത്ത വാക്യം. രാത്രിയിലെ ലാലാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. ദൈവമക്കളെ, കാറ്റ് പ്രതികൂലം, തിര ഉയർന്നുകൊണ്ടിരിക്കുന്നു, ശിഷ്യന്മാർ വലഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ഗോഡ്. അവരുടെ വലച്ചിൽ കണ്ട് അവൻ കരയിലിരിക്കുന്ന ദൈവമല്ല, കരവിട്ട് പല നാഴിക ദൂരത്ത് പോയാലും ആ 4-ാം യാമത്തിൽ കടലിൽ മേൽ കൂടെ നടന്നുകൊണ്ട് അവരുടെ അടുക്കൽ വന്ന ദൈവം, നീ തണ്ടുവലിച്ച് കുഴയുന്നത് കാണുമ്പോൾ മുന്നോട്ട് പോകാൻ സാധിക്കുമോ? എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുമോ? എങ്ങനെ നേരം വെളുപ്പിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് നിരാശയുടെ പടുകുടിയിൽ നടുക്കടലിൽ അലയുന്ന സമയത്ത്, വലയുന്ന സമയത്ത് കടലിന്റെ മീതെ നടകൊണ്ട് നിന്റെ അടുക്കൽ വരുവാൻ യേശു മതിയായവനാണ്. ഇന്ന് പകൽക്കാലം ചില ജീവിതങ്ങളുടെ അടുക്കലേക്ക് യേശു വന്നെങ്കിൽ, ആമേൻ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന് സ്തോത്രം. ഗലീല കടലിൽ അന്ന് രാത്രി എത്ര പടകുണ്ടായിരുന്നു എനിക്കറിയത്തില്ല. പടകുണ്ടായിരുന്നു? എഴുതിയിട്ടില്ല, പക്ഷെ പടകുണ്ടായിരുന്നു. കാരണം പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പത്രോസ് ലൂക്കോസ് സുവിശേഷത്തിൽ ഇപ്രകാരം പറയുന്നു, നാഥ, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല.
ഗലീല കടലിൽ മുക്കുവന്മാർ വല വീശാൻ പോകുന്നത് രാത്രിയാണ്. പ്രൈസ് ഗോഡ്. രാത്രിയിലെ 4-ാം യാമത്തിലാണ് യേശു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഗലീല കടലിൽ ദൈവത്തിന് സ്തോത്രം ഈ ഒരു പടക് മാത്രമല്ല, പല പടകുകളുമുണ്ട്. പ്രൈസ് ഗോഡ്. അവരെല്ലാവരും തന്നെ കാറ്റ് പ്രതികൂലമാകയാൽ തണ്ട് വലിച്ച് കുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ യേശുവിന് വിഷയം, പ്രൈസ് ഗോഡ്, നിന്റെ പടകാണ്, നിന്റെ പടകിൽ കാറ്റടിക്കുന്നതാണ്, നീ കുഴഞ്ഞതാണ്, നീ തളർന്നതാണ്, നീ വലഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം വലഞ്ഞുപോയ ദൈവത്തിന്റെ പൈതല്, കുഴഞ്ഞുപോയ ദൈവത്തിന്റെ പൈതല്, തളർന്നുപോയ ദൈവത്തിന്റെ പൈതല്, 4-ാം യാമത്തിൽ ദൈവത്തിന്റെ ശക്തി, യേശുവിന്റെ ശക്തി നിന്റെ അടുക്കലേക്ക് ആളത്തുമായി വന്നുകൊണ്ടിരിക്കുകയാണെന്ന്. കർത്താവിന്റെ സമീപേ വന്നുകൊണ്ടിരിക്കുന്നു. കർത്താവ് എന്നോട് അടുത്തുകൊണ്ടിരിക്കുന്നു. വിശ്വസിച്ച് ആരാധിക്കുക. നിന്നോട് നിന്റെ ദൈവം അടുത്തുകൊണ്ടിരിക്കുന്നു. യേശു നിന്നോട് അടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെ യേശു എപ്പോ വരും? നീ കുഴയുമ്പോ, വലയുമ്പോ, തളരുമ്പോ. എപ്പോൾ വരും? നീ നെടുവീർപ്പിട്ട് നിലവിളിക്കുമ്പോൾ, ഊഴിയ വേല നിമിത്തം കഷ്ടപ്പെടുമ്പോൾ. പ്രൈസ് ഗോഡ്. ഞാനൊരു കാര്യം പറയാം. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവന്റെ കഷ്ടപ്പാടുകൾക്ക് അറുതിയുണ്ട്. യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവന്റെ കഷ്ടത്തിന് അറുതി ഉണ്ട്. അവന്റെ പ്രതികൂലത്തിന് അറുതി ഉണ്ട്. അവന്റെ ദുഃഖത്തിന് അറുതി ഉണ്ട്. അവന്റെ വേദനയ്ക്ക് അറുതി ഉണ്ട്. അവന്റെ നഷ്ടത്തിന് അറുതി ഉണ്ട്. എല്ലാത്തിനും there is a limit. ലിമിറ്റ് ഉണ്ട്. അവൻ ലിമിറ്റ് വിട്ടുപോകാൻ സമ്മതിക്കത്തില്ല. ചിലതിന്റെയൊക്കെ ലിമിറ്റ് വിട്ടിട്ടുണ്ടെങ്കിലും പേടിക്കണ്ട. ഈ ലിമിറ്റ് വിട്ടുപോകാൻ സമ്മതിക്കാത്ത ഒരുവൻ യേശുവിന്റെ നാമത്തിൽ ലിമിറ്റ് വിട്ടത് മറുപടി അയക്കണമേ. ഹല്ലേലൂയ. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് കേട്ടോ. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. നിന്റെ ജീവിതത്തിൽ വിശ്വാസിയാണെങ്കിൽ, ദൈവത്തെ അറിഞ്ഞവനാണെങ്കിൽ ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിനപ്പുറം പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. ഇന്ന് പകൽക്കാലം ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, ദൈവശക്തി വെളിപ്പെടട്ടെ, ദൈവശക്തി വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. യോസഫിന് ശേഷം യോസഫിനെ അറിയാത്ത ഒരു രാജാവുണ്ടായി. യോസഫിന് ശേഷം യോസഫിനെ അറിയാത്തൊരു രാജാവുണ്ടായി. ദൈവമക്കളെ, ദൈവത്തെ അറിയാത്ത രാജാവിനെ കൈകാര്യം ചെയ്യാൻ ദൈവത്തിന് സാധിക്കും. നീ ആരെ അറിയത്തില്ലെന്ന് പറഞ്ഞാലും ദൈവത്തെ അറിയത്തില്ലെന്ന് പറയല്ലേ, യേശുവിനെ അറിയത്തില്ലെന്ന് പറയല്ലേ. നിന്റെ നിലനിൽപ്പും, നിന്റെ തലമുറയുടെ നിലനിൽപ്പും, നിന്റെ കുടുംബത്തിന്റെ നിലനിൽപ്പും, നിന്റെ സകലത്തിന്റെ നിലനിൽപ്പും യേശുവിന്റെ ആശ്രയിച്ചിരിക്കുന്നു. ആ യേശുവിനെ അറിയത്തില്ലെന്ന് നടിക്കല്ലേ. 5-ാം അധ്യായത്തിൽ ഫറവോൻ ചോദിച്ചു, യേശു ആരാ? അവനെ ഞാൻ അറിയത്തില്ല. ചുമ്മാ പറയുമ്പോൾ അങ്ങോട്ട് ആരാധനയ്ക്ക് വിട്ടയക്കാൻ, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്ക എന്ന് അവൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു. ചെന്ന് പറഞ്ഞപ്പം ഫറവോൻ പറയാ, ഇങ്ങനെ നീയൊക്കെ പറയുമ്പോൾ ആരാധനയ്ക്ക് വിട്ടയക്കാൻ ഈ ദൈവം ആരാ? ഞാൻ അയക്കത്തില്ല. പക്ഷെ 12-ാം അധ്യായം വന്നപ്പം ദൈവത്തിന്റെ സ്തോത്രം, അർദ്ധരാത്രിക്ക് മോശയും അഹരോനെയും വിളിപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ പോലെ പൊക്കോ, നിങ്ങൾ പറഞ്ഞ പോലെ പൊക്കോ, നിങ്ങൾ പറഞ്ഞതുപോലെ പൊക്കോ. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. പക്ഷെ പ്രാർത്ഥന ഏറ്റില്ല. ആ പ്രാർത്ഥന ഏറ്റില്ല. അന്ന് രാത്രി തന്നെ പരിപാടി തീർത്തു കൊടുത്തു. ഹല്ലേലൂയ. അറിയേണ്ട കാലത്ത് അറിഞ്ഞിരുന്നെങ്കിൽ ഫറവോന് ഗുണമുണ്ടായേനെ. യഹോവയെ അറിയേണ്ട കാലത്ത് അറിഞ്ഞിരുന്നെങ്കിൽ ഫറവോനും അവന്റെ തലമുറയ്ക്ക് ഗുണമുണ്ടായേനെ. പകരം ദൈവം ആരാണ്, ആരെ ആരാധിക്കേണ്ടത്, എവിടെയാണ് ആരാധിക്കേണ്ടത് ഞാൻ തീരുമാനിക്കും. മരുഭൂമിയിൽ 3 ദിവസത്തെ വഴി പോയി ആരാധിക്കണമെന്ന് സ്വർഗം തീരുമാനിച്ചു. ഫറവോൻ പറഞ്ഞു, ഇല്ല, ഞാൻ തീരുമാനിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആദ്യം പറഞ്ഞു ദൂരെങ്ങും പോകരുത്. രണ്ടാമത് പറഞ്ഞു കുഞ്ഞുകുട്ടികളെ കൊണ്ടുപോകരുത്. മൂന്നാമത് പറഞ്ഞു പ്രൈസ് ഗോഡ്, കൊണ്ടൊക്കോ, പക്ഷെ അധികം ദൂരത്ത് പോകരുത്.
പ്രൈസ് ഗോഡ്. പക്ഷെ നാലാമത് അഞ്ചാമതൊക്കെ കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഓടിക്കോളാൻ പറഞ്ഞു, പൊക്കോളാൻ പറഞ്ഞു, ഇപ്പൊ തന്നെ സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. ദൈവമക്കളെ, ഹല്ലേലൂയ. അതാണ് നമ്മുടെ ദൈവം, അതാണ് നമ്മുടെ ദൈവം. ലിമിറ്റുണ്ട്, സകലത്തിനും ഒരു ലിമിറ്റുണ്ട്. ഇന്ന് പകൽക്കാലം നിന്റെ ലിമിറ്റ് കഴിയാൻ സമ്മതിക്കാത്തൊരു ദൈവമാണ്. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ കഴിയുന്ന ദൈവമാണ്. നിന്റെ കരച്ചിലിന്റെ ലിമിറ്റ് പോകാൻ സമ്മതിക്കത്തില്ല, നിന്റെ ആരാധനയുടെ ലിമിറ്റ് പോകാൻ സമ്മതിക്കത്തില്ല, നിന്റെ ഫാസ്റ്റിങ്ങിന്റെ ലിമിറ്റ് പോകാൻ സമ്മതിക്കത്തില്ല. എല്ലാത്തിനും ലിമിറ്റുണ്ട്. ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു, ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ നിലവിളിക്കും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, കരയാൻ അറിയാവുന്ന എത്ര പേരുണ്ട്? നീ കരഞ്ഞാൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരാൻ ഒരു ദൈവമുണ്ട്. അവൻ വെറുതെ ഇരിക്കുന്ന ദൈവമല്ല, അവൻ ഇറങ്ങി വരും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. അവൻ ഇറങ്ങി വന്നാൽ മത്തായി 14-ാം അധ്യായത്തിൽ പടക് കണ്ടുവലിച്ച് വലഞ്ഞപ്പോൾ 4-ാം യാമത്തിൽ അവൻ വന്നിട്ട് ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്ത് സംഭവിച്ചു? ആമേൻ. അവിടെ 3 കാര്യങ്ങൾ നടന്നു. ഒന്ന്, ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞു 31. യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. അവർ പടകിൽ കയറിയപ്പോൾ കാറ്റ് അമർന്നു. അവർ പടകിൽ കയറിയപ്പോൾ കാറ്റ് അമർന്നു. കാറ്റ് അമർന്നാൽ എന്താ വരും? തിരമാലി അമരും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 4-ാം യാമത്തിൽ യേശു നിന്റെ അടുക്കൽ വന്നാൽ ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്. കാറ്റ് നിൽക്കും. ഇന്ന് നിന്റെ മേൽ അടിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റ്, നീ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കരച്ചിലിന്റെ മുമ്പിൽ യേശു ഇറങ്ങി വന്നാൽ നിൽക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, നിന്റെ ജനത്തിന്റെ മേൽ അടിച്ചുകൊണ്ടിരിക്കുന്ന ചില കാറ്റുകൾ ഇന്ന് പകൽ നിൽക്കട്ടെ. ആമേൻ. ആദ്യം കാറ്റിനെ നിർത്തും. എന്തിനെന്നറിയാമോ? കാറ്റ് നിന്നാലേ തിരമാലകൾ ശമിക്കും. പക്ഷേ ഈ കാറ്റ് തുടങ്ങിയപ്പോൾ വന്ന കുറച്ച് തിരമാല ഒരു 5-6 കൂടെ കാണും. പ്രൈസ് ഗോഡ്. പക്ഷെ അത് അവസാനത്തെ പരിപാടിയാണ്. 5 6 തിരമാലയോടുകൂടി നീ ശാന്തത കാണുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മ വ്യക്തമായി സംസാരിക്കുന്നു. 5 6 തിരമാലകൾ കൂടെ നിന്റെ പടകിൽ അടിക്കും. 7ാമത് അടിക്കാൻ സമ്മതിക്കത്തില്ല. 6 കഷ്ടത്തിൽ നിന്ന് നിന്റെ ദൈവം നിന്നെ വിടുവിക്കും. 7ാമത്തേതിലോ തിന്മ നിന്നെ തൊടുകയില്ല. ദൈവാത്മാ വ്യക്തമായി സംസാരിക്കുന്നു. 5 6 തിരമാലകൾ കൂടെ അടിക്കത്തുള്ളൂ. 5 6 തിരമാലകളെ അടിക്കത്തുള്ളൂ. അതിനപ്പുറത്തോട്ടൊരു തിര ഇനി ഇല്ല. അതിനപ്പുറത്തോട്ട് ഇന്ന് രാത്രിയിൽ ഈ യാത്രയിൽ ഒരു തിരയില്ല. ആമേൻ. ഞാൻ പെട്ടെന്ന് എന്റെ മനസ്സിൽ ഒരു കണക്ക് പറയാം. എന്റെ മനസ്സിൽ വന്നതാണ്. വിശ്വസിക്കാവുന്നതിൽ വിശ്വസിച്ചാൽ മതി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് ഉപവാസത്തിന്റെ 5-ാം ദിവസം. വെള്ളിയാഴ്ച ഉപവാസം തീരും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പം ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, 6 ദിവസം. 6 ദിവസം വചനം പറയുന്നു. 6 പ്രാവശ്യം നിന്നെ അവൻ വിടുവിക്കും. 7ാമത്തേതിലോ തൊടത്തില്ല. അങ്ങനെയാണെങ്കിൽ ഒരു 6 തിരയും കൂടെ ഈ ദിവസങ്ങളിൽ വന്നിരിക്കും. എന്നാൽ ഒരു 7ാമത്തെ ദിവസമുണ്ട്. അവിടെ വച്ച് ഈ തിരമാല നിന്നെ തൊടാതെ കണ്ട്. ആമേൻ. ഈ ഉപവാസം കഴിയുമ്പോൾ ചില കുടുംബങ്ങളിൽ ചില തിരകൾ ശമിച്ചെങ്കിൽ, ചില ബിസിനസ്സുകളിൽ തിരകൾ ശമിച്ചെങ്കിൽ, ചില കുടുംബത്തിലെ കുഞ്ഞുങ്ങളുടെ മേൽ തിരകൾ ശമിച്ചെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, കൂട്ടാളിയുടെ മേൽ തിരകൾ ശമിച്ചെങ്കിൽ, കഴിഞ്ഞ നാളുകളായി അടിച്ചുകൊണ്ടിരുന്ന തിരമാലകൾ ഒരു 6 എണ്ണം കൂടെ അടിച്ചിട്ട് ഇത് അവസാനിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ദൈവാത്മാവ് ആ വിഷയം വ്യക്തമായി സംസാരിക്കുന്നു. ആമേൻ. ചില തിരമാലകൾ കൂടെ അതോടെ അവസാനിക്കാൻ പോകുകയാണ്. ആമേൻ.
ശരിയല്ലേ? തിര അടിക്കുന്നതുകൊണ്ട് ഇനി പേടിക്കേണ്ട. കാരണം വചനം പറയുന്നു, 6 കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും. 7-ാമത്തേതിൽ തിന്മ നിന്നെ തൊടത്തില്ല. എത്ര അതിശയകരമായി ദൈവം സഹായിക്കുമെന്ന് മനസ്സിലാക്കുക. നിന്നെ തൊടത്തില്ല. 7-ാമത്തേതിലോ തിന്മ നിന്നെ തൊടത്തില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഹല്ലേലൂയ. ദൈവം പറയുന്ന ചില കണക്കിന് ചിലർക്കൊക്കെ പ്രയോജനമുണ്ട്. ആമേൻ. അത് ആർക്കാണെന്ന് എനിക്കറിയത്തില്ല. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഈ 13-ാം തീയതി എന്ന പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ദൈവത്തിന്റെ സ്തോത്രം ഒരു വചനം പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്. ഒരാൾ എന്നോട് ഒന്ന് സാക്ഷ്യം പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. എന്താ പറയുന്നറിയാം? 1.5 വർഷമായിട്ട് ഗവൺമെന്റിന്റെ തലത്തിൽ നടക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. മുടങ്ങിക്കിടക്കും. 1.5 വർഷമല്ല മുടങ്ങിക്കിടക്കുക. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ആ വിഷയത്തിന് വേണ്ടി ഈ ദൂത് കേട്ട് അന്വേഷിക്കാൻ ചെന്നപ്പം പ്രൈസ് ഗോഡ് അധികാരത്തിലിരിക്കുന്നവൻ ഇങ്ങോട്ട് ചോദിക്കുകയാണ്, 13-ാം തീയതി വരട്ടെ. ദൈവമക്കളെ, അദ്ദേഹത്തിന് മനസ്സിലായി, ഇയാൾ പറയുന്ന 13-ാം തീയതി എൻ്റെ ദൈവം നേരത്തെ പറഞ്ഞ ഡേറ്റാണ്. ഇന്ന് പകൽക്കാലം ചിലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നോട് അങ്ങോട്ട് ചോദിക്കത്തക്കവണ്ണം പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരുവനുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവദാസന്മാരിൽ കൂടെ പറയുന്ന കാര്യങ്ങൾ നടക്കുമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുള്ളതാണ്. വിശ്വസിക്കാൻ കഴിയുന്നവർക്ക് അത് നടക്കുമെന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഇത് വേദപുസ്തകത്തിലെ സത്യമാണ്. ദൈവത്തിന്റെ സ്തോത്രം. മനുഷ്യരിൽ നിന്ന് പഠിച്ചതല്ല. വേദപുസ്തകത്തിൽ ഇപ്രകാരം പറഞ്ഞു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ശമൂവേൽ ശൗലിനോട് പറഞ്ഞു, നീ ചെന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ റാഹേലിന്റെ കല്ലറയ്ക്കരികെ സേൽസഹിൽ എന്ന സ്ഥലത്ത് എത്തുമ്പോൾ അവിടെയുള്ള പ്രൈസ് ഗോഡ് ഹല്ലേലൂയ റാഹേലിന്റെ കല്ലറയ്ക്കരികെ വെച്ച് ദൈവത്തിന് സ്തോത്രം പ്രൈസ് ഗോഡ് നിന്റെ എതിരെ വരുന്ന ഒരു പ്രവാചക ഗണത്തെ കാണും. അവർ പ്രവചിച്ചു കൊണ്ടിരിക്കും. അവർ നിന്നെ കാണുമ്പോൾ ഒരു അപ്പം നിനക്ക് തരും. പ്രൈസ് ഗോഡ്. അത് നീ വാങ്ങി തിന്നുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേലും വരും. നീയും പ്രവചിക്കും. പ്രൈസ് ഗോഡ്. കൃത്യമായിട്ട് ഹല്ലേലൂയ റാഹേലിന്റെ കല്ലറയ്ക്കരികെ സേൽസഹിൽ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ ഇതാ പ്രവാചകന്മാർ പ്രവചിച്ചും കൊണ്ട് വരുന്നു. അവർ ഒരപ്പം അവന് കൊടുത്തു. അവനും പ്രവചിക്കാൻ തുടങ്ങി. ദൈവവചനം പറയുന്നത്, നീ പോകുന്ന പോക്കിൽ ഇതുപോലെ ചില കാര്യങ്ങൾ, നീ ആയിരിക്കുന്ന വിഷയങ്ങളിൽ ഇതുപോലെ ചില കാര്യങ്ങൾ നീ തുടർന്നുള്ള നാളുകളിൽ നടക്കും. ചില തീയതികളിൽ നടക്കും. ചില ദിവസങ്ങൾ കഴിഞ്ഞ് നടക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന് അത് സാധ്യമാക്കാൻ കഴിയുന്ന ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ ലോകത്തിൽ ദൈവം ചെയ്തിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം അതേ ദൈവം അരുളി ചെയ്യുന്നു. ഞാൻ വിശ്വാസത്തോടെയല്ല അവൻ പ്രഖ്യാപിക്കുന്നത്, വിശ്വസിച്ച് കേട്ടെടുത്ത് എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് മനസ്സിലാക്കി ഞാൻ പറയുകയാണ്. 6 കഷ്ടത്തിൽ നിന്ന് നിന്നെ വിടുവിക്കും. 7-ാമത്തേതിൽ തിന്മ നിന്നെ തൊടത്തില്ല. ആമേൻ. പ്രൈസ് ഗോഡ്. ശുശ്രൂഷയിലായിരിക്കുന്നവര് ഒരു പദവി മനസ്സിലാക്കണം. ദൈവകൃപയിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവ് തന്ന വല്ലതും പൗലോസേ നീ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ചരക്കിന് കഷ്ടനഷ്ടങ്ങൾ വരുമെന്നും പ്രാണന് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ കഷ്ടനഷ്ടങ്ങൾ വരുമെന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം ആ പൗലോസ് പറഞ്ഞതിനെ അവന് സാക്ഷിക്കത്തക്കവണ്ണം പ്രൈസ് ഗോഡ് ഹല്ലേലൂയ അതിനെ വൗച്ച് ചെയ്യത്തക്കവണ്ണം ഒരു ഈശാനമൂലൻ അടുപ്പിച്ചായാലും വേണ്ടുകയില്ല. പൗലോസ് പറഞ്ഞതിനെ നിവർത്തിക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം പ്രൈസ് ഗോഡ് ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവ പൈതലേ, ദൈവം നിനക്ക് തരുമ്പോൾ അത് ഉറക്കെ പ്രഖ്യാപിച്ചാൽ അത് അങ്ങനെ തന്നെ ചെയ്യാൻ കഴിവുള്ള നിന്റെ ദൈവത്തെ കരമുയർത്തി സ്തോത്രം ചെയ്തവനെ ആരാധിക്കാമോ? ജീവന രക്തത്താൽ ക്ഷയം. പ്രൈസ് ഗോഡ്. ഇവിടെ ചിലപ്പോഴൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇതെങ്ങനെ സംഭവിക്കും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഇതെങ്ങനെ സംഭവിക്കും? ചിലപ്പോൾ എനിക്ക് തോന്നി ഹല്ലേലൂയ. കോലഞ്ചേരിയിൽ ഞാൻ പറഞ്ഞപ്പോഴാണ്, കോലഞ്ചേരിയിൽ തമ്മാണിമറ്റം എന്ന സ്ഥലത്തൊരു കൺവെൻഷൻ പോയപ്പോൾ സാമ്പത്തിക ഭാരമുള്ളവർ കടമുള്ളവർ കൈപൊക്കാൻ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ കൈപൊക്കി. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ കടം മേടിക്കുന്നതിന് PhD എടുത്തതാണെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, അല്ല, ഞങ്ങളെല്ലാം
ഇവിടെ അടുത്തുള്ള സൊസൈറ്റിയിൽ ഞാൻ വലിയ കൃഷിക്കാരൻ. ഇവിടെ അടുത്തുള്ള സൊസൈറ്റിയിൽ നിന്ന് കൃഷിക്ക് വേണ്ടി ലോൺ എടുത്തിട്ടുണ്ട്. അത് തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ല. വിളവ് നശിച്ചുപോയി, വളരെ വരൾച്ചയായിപ്പോയി, തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾക്കെല്ലാം മിക്കവാറും നോട്ടീസ് കിട്ടിക്കഴിഞ്ഞു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ദൈവാത്മാവ് പ്രകാരം പറയാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം ഈ നാളാകുമ്പോഴേക്കും നിങ്ങളുടെ കടം മുഴുവൻ തീർന്നിരിക്കും. പ്രൈസ് ഗോഡ്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ചില്ലിങ് ഒരു എഫക്റ്റ് എനിക്കുണ്ടായി. കാരണം കോലഞ്ചേരി ഇവിടെ തൊട്ട് അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. എനിക്ക് അങ്ങോട്ട് പോകുമ്പോൾ വല്ലവരും എന്നെ പിടിച്ച് നിർത്തി ചോദിച്ചാൽ പ്രൈസ് ഗോഡ് ഹല്ലേ മറുപടി പറയേണ്ടി വരും. അല്ല, വേണമെങ്കിൽ ചിലർക്ക് ഇങ്ങോട്ട് വരാം ചോദിക്കാൻ, മറുപടി പറയേണ്ടി വരും. ഞാൻ അല്പം ഒന്ന് ഭയപ്പെട്ടു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. പക്ഷേ എനിക്ക് മനസ്സിലായി, ഇല്ല, ദൈവമാണ് പറഞ്ഞത്, അവനത് നിവർത്തിക്കും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഫലം ഞാൻ പറയാം. കേരള ഗവൺമെൻറ് ആ വർഷം ആമേൻ ഹല്ലേലൂയ നാം വരൾച്ച കാരണം കാർഷിക കടങ്ങൾ എഴുതി തള്ളി എന്ന് പത്രത്തിൽ വായിച്ചു. ഇന്ന് പകൽക്കാലം പ്രൈസ് ഗോഡ് ഹല്ലേലൂയ നിന്റെ ദൈവം ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹല്ലേലൂയ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ്. അവന്റെ കയ്യിൽ ദൈവവചനം പറയുന്നു, രാജാക്കന്മാരുടെ ഹൃദയം അവന്റെ കയ്യിൽ നീർത്തോട് കണക്കെ ഇരിക്കുന്നു. അധികാരികളുടെ ഹൃദയം ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്നു. ദൈവവൈതലെ നിനക്ക് വേണ്ടി ഉത്തരവ് പുറപ്പെടുവിക്കുവാൻ, ഓർഡർ ഇടുവാൻ എന്റെ ദൈവം മതിയായവൻ. യേശുവിന്റെ നാമത്തിൽ മുടങ്ങിക്കിടക്കുന്ന തടുത്തു വെച്ചിരിക്കുന്ന വിഷയങ്ങൾ വെളിയിൽ വരട്ടെ. മടക്കി വെച്ചിരിക്കുന്നത് തടുത്തു വെച്ചിരിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ വരട്ടെ വെളിയിൽ. എന്റെ ദൈവമേ, ചില നന്മകൾ മുടക്കി വെച്ചിരിക്കുന്നു പിശാച്, ചില നന്മകൾ തടുത്തു വെച്ചിരിക്കുന്നു പിശാച്, ചില അനുഗ്രഹങ്ങൾ തടുത്തു വെച്ചിരിക്കുന്നു പിശാച്, ചില ഉയർച്ചകൾ തടുത്തു വെച്ചിരിക്കുന്നു പിശാച്, ചില ജയങ്ങൾ തടുത്തു വെച്ചിരിക്കുന്നു. അത് ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ വെളിയിൽ വരട്ടെ. ആമേൻ, ഹല്ലേലൂയ. ദൈവമക്കളെ, നിനക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് വല്ലതും കൊടുത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നോട് പറയാം, എനിക്ക് നിനക്കും വേണ്ടി സ്വർഗത്തിൽ നിന്ന് വല്ലതും കൊടുത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ആ മറുപടി ദേശാധിപതി പാർസി രാജ്യത്തിന്റെ പ്രഭു മധ്യാകാശത്ത് വെച്ച് തടഞ്ഞു വച്ചാലും നിന്റെ ഉപവാസം തീരുന്ന 21-ാം ദിവസം, ദാനിയേലേ, നിന്റെ ഉപവാസം തീരുന്ന 21-ാം ദിവസം രക്തം ചെയ്യും. ആമേൻ. അങ്ങനെയല്ലേ പറയുന്നത്? ദാനിയേലിനോട് ഗബ്രിയേൽ പറയുന്നത് എങ്ങനെയാണ്? ഞാൻ ദൈവത്തിന്റെ സന്നിധി നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. പ്രൈസ് ഗോഡ്. നീ ഉപവാസത്തിന് മനസ്സ് വെച്ച 1-ാം ദിവസം തന്നെ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, മറുപടി പുറപ്പെട്ടതാണ്. പക്ഷേ ഞാൻ ആ മറുപടിയും കൊണ്ട് വന്നപ്പോൾ പാർസി രാജ്യത്തിന്റെ പ്രഭു, മെദ്യ പാർസ്യ സംസ്ഥാനത്തിലാണ് രാജ്യത്തിലാണ് ഈ ദാനിയേൽ ഇരിക്കുന്നത്. അപ്പൊ ആ രാജ്യത്തെ അടക്കി വാഴുന്ന ആകാശത്തിലെ സൈന്യത്തിന്റെ നേതാവ്, പാർസി രാജ്യത്തിന്റെ പ്രഭു എന്ത് പറഞ്ഞറിയാമോ? ഈ മറുപടി ദാനിയേലിന്റെ കയ്യിൽ എത്തിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അപ്പൊ ദൂതൻ പറഞ്ഞു കാണും, അയ്യോ ദാനിയേൽ ഉപവസിക്കുക, നിന്റെ ദൈവം പറഞ്ഞേക്കുന്നത് ഇത് കൊണ്ടേ കൊടുക്കാൻ പറഞ്ഞേക്കുക, നീ കൊടുത്തേ പറ്റൂ. പ്രൈസ് ഗോഡ്. പ്രഭു പറഞ്ഞു, ആണ് എങ്ങനെ പറഞ്ഞു കാണും, ദാനിയേൽ ഉപവസിക്കുകയോ ഉപവസിക്കാതിരിക്കോ എന്ത് വേണം ചെയ്തോട്ടെ, എനിക്ക് വിഷയമില്ല. അവന്റെ അടുത്തേക്ക് ഈ മറുപടി എത്തിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. 1 ദിവസം 2 ദിവസം 3 ദിവസം എതിർപ്പാണ്. ദാനിയേല് 3 ആഴ്ചവട്ടക്കാലം ഉപവാസം പ്രഖ്യാപിച്ചേക്കുക. 21 ദിവസം സ്വാദുഭോജനങ്ങൾ ഭക്ഷിക്കാതെ, എണ്ണ തേച്ച് കുളിക്കാതെ ദൈവസന്നിധിയിൽ 3 നേരം മുട്ടുമടക്കി പ്രാർത്ഥിച്ചിരുന്ന ദാനിയേല് ഫുൾ ടൈം പ്രയറിലാണ്. 21 ദിവസത്തെ ഉപവാസത്തിലാണ് ദാനിയേല്. ഹല്ലേലൂയ. അപ്പോഴാണ് മറുപടി അവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നത്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. 1-ാം ദിവസം പോയി, 2-ാം ദിവസം പോയി, 3-ാം ദിവസം പോയി. മധ്യാകാശത്തിൽ വലിയ യുദ്ധം നടക്കുകയാണ്. ഗബ്രിയേൽ ദൂതൻ പടവെട്ടുകയാണ്. എന്തിനെന്നറിയാമോ? വല്ലവിധേനയും എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ മറുപടി ദൈവ പൈതലിൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കണം. നീ ഉപവാസത്തിലായിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്, നിനക്ക് വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്, നിനക്ക് വേണ്ടി ദൈവം അയച്ചു കഴിഞ്ഞു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. വല്ലവിധേനയും
ഇതെൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ, ദൈവവൈതലിൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു കുഞ്ഞിൻ്റെയും കൊടുക്കാൻ പറയണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ആമേൻ. ഈ പണ്ടൊക്കെ, ഇപ്പം എനിക്കറിയത്തില്ല, പണ്ടൊക്കെ വേലക്കാരൻ്റെ കയ്യിൽ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചിന് ചോറ് കൊടുത്തു വിടും. 12:30 സ്കൂൾ വിടും. ഇവന് 10 മണിക്ക് കൊടുത്തിട്ടാൽ ഇവന് 4 പിള്ളേർ കളിച്ച് പിരിച്ച് നോക്കി നടന്നിട്ട് ഇവർക്ക് വായിച്ചു, എൻ്റെ കർത്താവേ 15 മിനിറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞു. 12:30 ആകുമ്പോൾ 15 മിനിറ്റേ ഉള്ളൂ, സ്കൂൾ വിടും. ഇവൻ പിന്നെ ഒരു ഓട്ടമുണ്ട്. പ്രൈസ് ഗോഡ്. ഈ ചോറ് സ്കൂളിൻ്റെ ബെല്ലടിക്കുന്ന സമയത്തകത്ത് കയറി എത്തിക്കണം. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, നിന്റെ ബെല്ലടിക്കാറായി, നിന്റെ ടൈം ആയി, നിനക്ക് വേണ്ടി ബെല്ലടിക്കാറായി. ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവജനത്തിന് വേണ്ടി കുഞ്ഞിന്റെ വിശപ്പിന് കൊടുക്കാൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഒരുത്തനെ ശമ്പളം കൊടുത്ത് വച്ചിട്ടുണ്ടെങ്കിൽ അവൻ അത് ചെയ്യാതിരുന്ന വിവരമറിയും. പ്രൈസ് ഗോഡ്. അവൻ ഓടിയാണെങ്കിലും ചാടിയാണെങ്കിലും എങ്ങനെയായാലും ഓടി അണച്ച് കതച്ചാണെങ്കിലും പ്രൈസ് ഗോഡ് ബെല്ലടിക്കുമ്പോൾ ചോറ്റുപാത്രം കൊണ്ട് നിന്റെ മുമ്പിൽ കാണും. ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ട്, എൻ്റെ ബെല്ലടിക്കാറായി, എൻ്റെ ബെല്ലടിക്കാറായി, എൻ്റെ ബെല്ലടിക്കാറായി. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. പിന്നെ കൊച്ചിനെ ഇരുത്തി പാത്രം തുറന്ന് ഓരോന്ന് വിളമ്പി കൊടുത്ത് ഇവനടുത്ത് ഇവന് അണയ്ക്കുന്നുണ്ടോ, അടയ്ക്കുന്നുണ്ടോ, ഓടിയതിൻ്റെ അതപ്പൊക്കെ ഉണ്ട്, അതൊന്നും വിഷയമൊന്നുമല്ല. പ്രൈസ് ഗോഡ്. കൊച്ചിനെ തീറ്റിച്ചുകൊണ്ടിരിക്കും. നിന്നെ തീറ്റിക്കത്തക്കവണ്ണം, നിന്റെ അടുക്കൽ നിന്ന് നിനക്ക് വിളമ്പി തരത്തക്കവണ്ണം ഒരു ദൂതനെ ദൈവം അയക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിന്റെ കുടുംബത്തിലേക്ക് അയക്കും, നിന്റെ വിഷയത്തിലേക്ക് അയക്കും, നിന്റെ പ്രശ്നത്തിലേക്ക് അയക്കും, നിന്റെ ഭാരത്തിലേക്ക് അയക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ശരിയാണോ എന്ന് അറിയാനായിട്ട് എബ്രായ ലേഖനത്തിൻ്റെ ഒരു വാക്യം, ദൈവത്തെ സ്തോത്രം, എല്ലാത്തിൻ്റെയും നമ്മെ ഞാനീ പറയുന്നതിനൊക്കെ പ്രൈസ് ഗോഡ് വെറുതെ വിളിച്ചു പറയുകയില്ല. എനിക്ക് ദൈവവചനത്തിൽ കൂടെ ദൈവത്തെ സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ, നിനക്ക് ഒരു ഉറപ്പുണ്ട്. എന്താണെന്നറിയാമോ? ദൈവത്തെ സ്തോത്രം, പ്രൈസ് ഗോഡ്. എബ്രായർക്കത്തെ ലേഖനം 1-ാം അധ്യായം 24-ാം വാക്യം. എബ്രായ ലേഖനം 1-ാം അധ്യായം 24-ാം വാക്യം. അറിയാമെങ്കിലും എടുത്ത് വായിക്കാനുള്ള സബ്ജക്റ്റ് അറിയാമെങ്കിൽ 1-ാം അധ്യായം 14-ാം വാക്യം. അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ? അവരൊക്കെ ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിട്ട് എബ്രായ ലേഖനത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. ഈ ദൂതന്മാരെല്ലാം രക്ഷ പ്രാപിക്കാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ? ഗബ്രിയേലേ, നിന്നെ എന്തിനാ സൃഷ്ടിച്ചെന്നറിയാമോ? ദാനിയേലിനെ പോലെയുള്ള ആമേൻ അനേക ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ, അനേക ദൈവമക്കൾ ഉപവസിക്കുമ്പോൾ അവർക്ക് മറുപടിയും കൊണ്ട് ചെല്ലാനാണ് ഞാൻ നിന്നെ സൃഷ്ടിച്ചത്. ഗബ്രിയേലിന് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല, ഗബ്രിയേലിന് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല, ഗബ്രിയേലിന് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. തക്ക സമയത്ത് മറുപടിയുമായി വരും. Praise God. ഗബ്രിയേൽ, praise God. 1-ാം ദിവസം തന്നെ കർത്താവ് വിചാരിച്ചെന്നറിയാമോ? ഇവൻ ഉപവാസം ഇരുന്നതിൻ്റെ 1-ാം ദിവസം തന്നെ മറുപടി കിട്ടിയിട്ട് അവൻ പിന്നെ ബാക്കി സന്തോഷത്തോടെ ഉപവസിച്ചോട്ടെ എന്നാണ് വിചാരിച്ചത്. പക്ഷെ എന്ത് ചെയ്യുന്നറിയാമോ? അല്ലെങ്കിൽ പിശാച് പറഞ്ഞു, പാർശ്വരാജ്യത്തിൻ്റെ പ്രഭു പറഞ്ഞു, ഇത് ഞാൻ അവിടെ കൊണ്ട് കൊടുക്കത്തില്ല, സമ്മതിക്കത്തില്ല. എത്ര ദിവസം നിന്നു? 1-ാം ദിവസം കഴിഞ്ഞു, 2-ാം ദിവസം കഴിഞ്ഞു, 3-ാം ദിവസം കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, 21-ാം ദിവസം പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദാനിയേൽ ഉപവാസം കഴിഞ്ഞ് എഴുന്നേക്കാറായി. ഭയങ്കര മനപ്രയാസത്തോടെ ആയിരിക്കും എഴുന്നേറ്റത്, ഭയങ്കര വേദനയോടെയായിരിക്കും എഴുന്നേറ്റത്, ഭയങ്കര ദുഃഖത്തോടെ ആയിരിക്കും എഴുന്നേക്കാൻ തീരുമാനിച്ചത്. പക്ഷേ പ്രൈസ് ദ ലോർഡ്, ദാനിയേൽ ഉപവാസം അവസാനിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, അവൻ അന്നത്തെ ദിവസം പ്രൈസ് ഗോഡ് സ്വർഗത്തില് അവൻ്റെ പിതാവായിരിക്കുന്ന സ്നേഹമുള്ള ദൈവം പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, മിഖായേലിനെ വിളിച്ചിട്ട് പറഞ്ഞു, മിഖായേലെ വേഗം അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു.
ദാനിയേൽ ഉപവാസം അവസാനിക്കുന്നതിന് മുമ്പ് ഈ മറുപടി അവിടെ എത്തിക്കണം. പ്രൈസ് ഗോഡ്. പാർസി രാജ്യത്തിന്റെ പ്രഭുവിനെ നീ കൈകാര്യം ചെയ്തിട്ട് ഗബ്രിയേലിനെ അങ്ങ് റിലീസ് ചെയ്യാൻ പറഞ്ഞു. ആമേൻ. മിഖായേൽ പ്രഭു വന്നിട്ട്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, മിഖായേൽ ദൂതൻ വന്നിട്ട് പാർസി രാജ്യത്തെ പ്രഭുവിനെ എൻഗേജ് ചെയ്തു, ഗബ്രിയേലെ റിലീസ് ചെയ്തു. ദൂതുമായിട്ട്, ദൈവത്തിന്റെ അരുളപ്പാടുമായിട്ട്, ദൈവത്തിന്റെ മറുപടിയുമായിട്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എഴുതിയിരിക്കുന്ന 13-ാം വാക്യം, ദാനിയേൽ 10:13. പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. എങ്കിലും പ്രധാന പ്രമുഖന്മാരിൽ ഒരുത്തനായ മീഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. അവനെ ഞാൻ പാർസി രാജാക്കന്മാരോട് കൂടെ അവിടെ വിട്ടേച്ച് നിന്റെ ജനത്തിന് ഭാവി കാലത്ത് സംഭവിക്കാനുള്ളത് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് ഇപ്പോൾ വന്നിരിക്കുന്നു. കണ്ടോ, ഈ യെരമ്യാ പ്രവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ എന്തായിരിക്കും ഭാവി എന്നറിയാൻ മുട്ടുകുത്തിയ, പ്രൈസ് ഗോഡ്, പ്രാർത്ഥിച്ച ദാനിയേലിനെ ഗ്രഹിപ്പിക്കാൻ മിഖായേലിനെ അവൻ പാർസി രാജ്യത്തിന്റെ പ്രഭുവിന്റെ കൂടെ വിട്ടേച്ച് മറുപടിയുമായി ഗബ്രിയേൽ വന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 21-ാം ദിവസം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അവസാനിപ്പിക്കാൻ നോക്കുമ്പോഴുണ്ടോ തട്ട് പൊളിച്ചു ഭൂമി കുലുക്കിക്കൊണ്ട് ദൈവദൂതൻ, പ്രൈസ് ഗോഡ്, അവന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ചിലത് പൊളിച്ച്, ചിലത് കുലുക്കി എന്റെ ദൈവം അടുക്കാൻ പോവുകയാണ്. ഈ ഉപവാസം കഴിയുമ്പോൾ ചിലതിനെ പൊളിക്കും, ചിലതിനെ ഇടിക്കും, ചിലതിനെ അടുക്കും. ഇത് ദൈവകൃപയായിരിക്കാൻ ഞാൻ സ്തോത്രം ചെയ്യുക. ആമേൻ. അപ്പൊ 21-ാം ദിവസം ആമേൻ ഇറങ്ങി വന്നു, മറുപടിയുമായി ഇറങ്ങി വന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. 4-ാം യാമത്തിൽ ഇറങ്ങി വന്നു. ആമേൻ. നിന്റെ പ്രശ്നത്തെ കണ്ടുകൊണ്ട് ഇറങ്ങി വന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കാറ്റിനെ ശമിപ്പിച്ചു. ബാക്കി 2-3-4 തിരയും കൂടെ ഉണ്ടായിരുന്നു. അതും വന്ന് അതിൻ്റെ പാട്ടിനങ്ങോട്ട് പോയി. പിന്നെ നോക്കിയപ്പോൾ തിര കാണാനില്ല. ശാന്തതയുണ്ടായി, ശാന്തതയുണ്ടായി, ശാന്തതയുണ്ടായി. ആമേൻ. ശാന്തത വരട്ടെ, ശാന്തത വരട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, ഇന്ന് പകൽക്കാലം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ, ശാന്തത വരട്ടെ. നിന്റെ വീട്ടിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന, നിന്റെ ജീവിതത്തിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന, നിന്റെ പ്രതികൂലമായി അടിച്ചുകൊണ്ടിരിക്കുന്ന, നിന്റെ വിഷയങ്ങളിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന തിരമാലകളെ ശമിപ്പിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവം ഒരു ശാന്തത വരുത്തുന്ന ദിവസമായി ഈ പ്രാവശ്യം മാറട്ടെ. ഒരു 5-6 തിരയും കൂടെ വന്നു, അതതിന്റെ പാട്ടിൽ പിന്നെ ശാന്തമാണ് കാര്യം. അങ്ങനെ ആ തിരകൾ ശമിക്കുന്നതിന് മുമ്പ് ദൈവം ഇതിനെ വേറൊരു കാര്യം കൂടെ ചെയ്തു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 14-ാം അധ്യായത്തിലേക്ക് തന്നെ നിങ്ങൾ വീണ്ടും ഒന്ന് ശ്രദ്ധിക്കുക. ദൈവത്തിന് സ്തോത്രം. അതിന്റെ 25 മുതൽ രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അതൊരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ചു നിലവിളിച്ചു. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. സാധാരണ നടക്കാറുള്ള കാര്യമുണ്ട്. ഈ കെടുന്നതിന് മുമ്പ് വിളക്കുകൾ എന്ത് ചെയ്യും? നാളിക്കത്തും. നിന്റെ പ്രശ്നത്തിന്റെ വിടുതലിന് തൊട്ട് മുമ്പ്, പ്രൈസ് ഗോഡ്, നീ ഒന്നും കൂടെ ഒന്ന് പേടിച്ചെന്നിരിക്കും. ഒന്നും കൂടെ അല്ലേ, കടൽ ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. പ്രൈസ് ഗോഡ്. ആദ്യത്തെ നിലവിളി സഹായം കിട്ടാനുള്ള നിലവിളി, രണ്ടാമത്തെ നിലവിളി പേടിച്ചുള്ള നിലവിളി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ആമേൻ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ചൂള 7 മടങ്ങ് ചൂട് പിടിപ്പിക്കുന്നത് നിന്റെ വിടുതലിന്റെ സ്പീഡ് കൂട്ടാനാണ്, കുറയ്ക്കാനല്ല. നിന്റെ കയ്യിൽ കെട്ടിയ കെട്ടുകളും കാലിൽ കെട്ടിയ കെട്ടുകളും വെന്തരിയണം, ചുട്ടുകരിയണം. എത്രയും വേഗത്തിൽ കരിയണമോ അത്രയും വേഗത്തിൽ കരിയണം. ചൂളയുടെ ചൂട് കണ്ട് ഭയപ്പെടല്ലേ. നിന്റെ കെട്ടുപൊട്ടുന്നതിന് വേഗത്തിൽ പൊട്ടാൻ പോകുകയാണ്. നിന്റെ ബന്ധനം വേഗത്തിൽ അഴിയാൻ പോകുകയാണ്. നിന്റെ കൈയും കാലും കെട്ടിയിരിക്കുന്നത് കാൽച്ചട്ട, മേലാട, വസ്ത്രങ്ങൾ മുതലും ചേർത്ത് അവൻ തല മുതൽ ഉച്ചം ഉള്ളംകാല് വരെ കെട്ടിയിരിക്കുന്ന കെട്ട് കത്തി വീഴാൻ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. പ്രൈസ് ഗോഡ്. ആമേൻ. അപ്പം
ഈ ഉപവാസം തുടങ്ങിയ ശേഷം പ്രശ്നം വഷളായിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ദൈവത്തിന്റെ സ്തോത്രം, നെബൂഖദ്നേസറിന്റെ കാലത്ത് ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിന് വേണ്ടി ചൂള 7 മടങ്ങ് ചൂട് പിടിപ്പിച്ചതാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഉപവാസം തുടങ്ങിയ ശേഷം ചിലരുടെയൊക്കെ മുഖഭാവം നിന്റെ നേരെ മാറിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണം, വിടുതൽ അടുത്തു കഴിഞ്ഞു. ഈ മുഖഭാവം മാറിയത് അധികം നാൾ നിൽക്കയില്ല. പ്രൈസ് ഗോഡ്. അല്ലേ? നെബൂഖദ്നേസറിന്റെ മുഖഭാവം മാറി. 3-ാം അധ്യായം ദാനിയേൽ പ്രവചനം അല്പം താഴെ വായിക്കുമ്പോൾ എന്നാ കാണുന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. അവൻ ഭ്രമിച്ചെഴുന്നേറ്റു. മുഖഭാവം മാറി, വപ്പ് കടിച്ച്, കണ്ണുരുട്ടി, നാക്ക് കടിച്ച് നിന്നെ തീച്ചുളയിലേക്ക് എറിയാൻ കൽപ്പന കൊടുത്തവൻ ഭ്രമിക്കത്തക്കവണ്ണം ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയ ദൈവമാണ് എന്റെ ദൈവം. ചൂള 7 മടങ്ങ് ചൂട് പിടിക്കാൻ പറഞ്ഞിട്ട് കൂട്ടത്തിൽ ഏറ്റവും ബലവാന്മാരായ ചിലരെ കൊണ്ടുപോയി തീച്ചൂളയിലേക്ക് തട്ടിക്കോളാൻ പറഞ്ഞ നെബൂഖദ്നേസർ കുറച്ച് കഴിഞ്ഞപ്പോൾ എഴുതിയിരിക്കുന്നത് നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ച് വേഗത്തിൽ എഴുന്നേറ്റ് മന്ത്രിമാരോട്, നാം 3 പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ച് തീയിൽ ഇട്ടത് എന്ന് ചോദിച്ചതിന് അവർ, സത്യം തന്നെ രാജാവേ എന്ന് രാജാവിനോട് ഉണർത്തിച്ചു. 3 എണ്ണത്തിനല്ലേ ഇട്ടത്? സത്യമാ രാജാവേ, 4ാമതൊരെണ്ണത്തിന് ഞാൻ ഇട്ടിട്ടില്ല. അടുത്ത വായിച്ചേ. അതിന് അവൻ, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്ക് ഒരു കേടും തട്ടിയിട്ടില്ല. 4ാമത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. ദൈവമക്കളെ, ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവ് തീച്ചുളയ്ക്ക് പുറത്ത് നിന്നിരുന്നെങ്കിൽ കാണാത്ത ഒരുവനെ അകത്ത് കയറിയപ്പോൾ കണ്ടു. ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിൽ നിന്നെ ചില തീച്ചുള പോലെയുള്ള വിഷയങ്ങളുടെ ഉള്ളിലേക്ക് ഇട്ടിരിക്കുന്നത് എന്തിനെന്നറിയാമോ? പുറത്തു നിന്നാൽ കാണാത്ത ദൈവശക്തി, പുറത്തു നിന്നാൽ കാണാത്ത ദൈവകൃപ, പുറത്തു നിന്നാൽ കാണാത്ത ദൈവത്തിന്റെ നാമത്തിന്റെ ശക്തി, പുറത്തു നിന്നാൽ കാണാത്ത ദൈവദൂതന്റെ സാന്നിധ്യം, പുറത്തു നിന്നാൽ കാണാത്ത ദൈവപുത്രന്റെ സാന്നിധ്യം നീ അടുത്തനുഭവിച്ചറിയുവാൻ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഈ പ്രൈസ് ഗോഡ്, ഈ നെബൂഖദ്നേസറിന് കണക്ക് പോലും തെറ്റിപ്പോയി. 3 എണ്ണത്തിനെ കെട്ടിയിട്ടത്. പ്രൈസ് ഗോഡ്. ഇപ്പൊ 4 എണ്ണം കെട്ടഴിഞ്ഞ് കിടക്കുന്നു. 3 എണ്ണത്തിന്റെ കെട്ടേ അഴിഞ്ഞുള്ളൂ. 4ാമത്തവനെ കെട്ടാൻ പറ്റത്തില്ല. 3 എണ്ണത്തിന് നിനക്ക് കെട്ടാൻ പറ്റും. ചന്ദ്രകനെ കെട്ടാൻ പറ്റും, മേശകനെ കെട്ടാൻ പറ്റും, അബേദ്നെഗോവിനെ കെട്ടാൻ പറ്റും. എന്നാൽ നിനക്ക് കെട്ടാൻ വയ്യാത്ത ഒരുവനുണ്ട്. അവൻ ഇറങ്ങി വന്ന് കെട്ടിയ കെട്ട് മുഴുവൻ അഴിക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. നെബൂഖദ്നേസരേ, നിനക്ക് ശദ്രക്കിനെ കെട്ടാൻ പറ്റും. രാജ്യത്തെ ഏറ്റവും ബലമുള്ള കയറ് കൊണ്ടുവന്ന്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നെ മേളിലൊന്ന് വായിച്ചേ, അവരെ ബന്ധിച്ച വാക്യം ഒന്ന് വായിച്ചേ. അതിന് അവൻ 4 പുരുഷന്മാർ, അതിന്റെ മേളിൽ ബന്ധിച്ചത് കാലാട എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അവൻ തന്റെ സൈന്യത്തിലെ ബലവാന്മാരായ ചില പുരുഷന്മാരോട് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവെയും ബന്ധിച്ച് എരിയുന്ന തീച്ചുളയിൽ ഇട്ടുകളവാൻ കൽപ്പിച്ചു. അങ്ങനെ അവർ ആ പുരുഷന്മാരെ അവരുടെ കാൽച്ചട്ട, കുപ്പായം, മേലാട മുതലായ വസ്ത്രങ്ങളോട് കൂടെ ബന്ധിച്ച് എരിയുന്ന തീച്ചുളയിൽ ഇട്ടുകളഞ്ഞു. ഞാൻ വിചാരിക്കുന്നത് ദൈവത്തിന്റെ സ്തോത്രം, പ്രൈസ് ഗോഡ്, ഈ ഉടുപ്പെങ്കിലും ഊരിയിട്ട് വെളുത്ത് ഒന്ന് കെട്ടാൻ വിചാരിക്കുന്നത്, കെട്ടിയില്ല. സമയം പെട്ടെന്ന് കഴിക്കണം, ഉടുപ്പോട് ചേർത്ത് കെട്ടി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ആമേൻ. എന്നിട്ട് ബന്ധിച്ച് എരിയുന്ന തീച്ചുളയിൽ ഇട്ടുകളഞ്ഞു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നെബൂഖദ്നേസരേ, നിനക്ക് ശദ്രക്കിനെ കെട്ടാൻ പറ്റും, കയറുകൊണ്ട് കെട്ടാൻ പറ്റും. അത് കെട്ടാൻ പറ്റിയ ആളുകൾ കുറെ പേര് നിന്റെ കൂടെയുണ്ട്. പക്ഷേ പ്രൈസ് ഗോഡ്, ശദ്രക്കിനെ നീ കെട്ടിക്കോ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മേശക്കിനെ കെട്ടിക്കോ. ദൈവത്തിന്റെ സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അബേദ്നെഗോവിനെയും കെട്ടിക്കോ. എന്നിട്ട് ബലവാന്മാരെ കൊണ്ട് തന്നെ എടുത്ത് തീച്ചൂളയിൽ ഇട്ടോ. പക്ഷെ നിനക്ക് കെട്ടാൻ വയ്യാത്ത ഒരുവനുണ്ട്, നീ അറിയാത്ത ഒരുവനുണ്ട്. നിനക്ക് കെട്ടാൻ സാധിക്കാത്തത്, നിനക്ക് ബന്ധിക്കാൻ കഴിയാത്തത്, നിനക്ക് തടുക്കാൻ കഴിയാത്തത്, നിനക്ക് തടുത്തു നിർത്താൻ കഴിയാത്ത ഒരുവനുണ്ട്. അവനെ സേവിക്കുന്ന ദൈവത്തിന്റെ പൈതല് അവൻ ഇറങ്ങി വരും. അങ്ങനെയാണെങ്കിൽ ആരൊക്കെ എത്ര ബലമുള്ള ചരട് കൊണ്ടും കയറുകൊണ്ടും കെട്ടിക്കോട്ടെ,
പ്രൈസ് ഗോഡ്. നിന്റെ കയറിന്റെ ബലം കൂടുന്നതിനനുസരിച്ച് തീച്ചുള്ളയുടെ ചൂടും കൂടും. ഇതിനെന്നറിയാമോ? ബലം കൂടിയ കയറ് എത്രയും പെട്ടെന്ന് സെക്കൻഡ് കൊണ്ട് കത്തി മാറണം. അതിനു വേണ്ടിയാണ് തീച്ചയുടെ ചൂളയുടെ ചൂട് കൂട്ടിയത്. അല്ലാതെ നിന്റെ തലമുടിക്ക് പോലും ദോഷം വരത്തില്ല, നിന്റെ വസ്ത്രത്തിന് ദോഷം വരത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. രാജാവ് എഴുന്നേറ്റ്, ഭ്രമിച്ചെഴുന്നേറ്റ്. വായിച്ചേ. നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ച് വേഗത്തിൽ എഴുന്നേറ്റ് മന്ത്രിമാരോട്, നാം 3 പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ച് തീയിൽ ഇട്ടത് എന്ന് ചോദിച്ചതിന് അവർ, സത്യം തന്നെ രാജാവേ എന്ന് രാജാവിനോട് ഉണർത്തിച്ചു. അതിന് അവൻ, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ പറയട്ടെ, നിന്നെ കെട്ടിയിട്ട ചിലരുടെ കണ്ണുകളിൽ തന്നെ, നീ കെട്ടിയ കണ്ണ് തന്നെ നീ അഴിഞ്ഞു കിടക്കുന്നത് കാണും. നൃത്തം ചെയ്യുന്നത്, ആരാധിക്കുന്നത് കാണും. തീയുടെ മധ്യേ നടകൊള്ളുന്നത് കാണും. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഇത് നിവർത്തിയാകട്ടെ. name of Jesus I command. വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. Hallelujah. Praise God. അടുത്ത വാക്യം. അവർക്ക് ഒരു കേടും തട്ടിയിട്ടില്ല. 4-ാമത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അടുത്ത വാക്യം. നെബൂഖദ്നേസർ എരിയുന്ന തീച്ചൂളയുടെ വാതിൽക്കൽ അടുത്തു ചെന്ന് അത്യുന്നത ദൈവത്തിന്റെ ദാസന്മാരായ ശദ്രക്കെ, മേശക്കെ. ആരാന്ന് മനസ്സിലായി? ഇവര് ആരാന്നാ വിളിക്കുന്നേ? അത്യുന്നത ദൈവത്തിന്റെ ദാസന്മാരായിരിക്കുന്ന ശദ്രക്കെ, മേശക്കെ, അബേദ്നെഗോവേ, നിന്നെ മുഖത്ത് നോക്കി വിളിക്കും. നീ സേവിക്കുന്ന ദൈവം ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പബ്ലിക്കായിട്ട് വിടിരിക്കുന്ന ഒരു വ്യക്തിയോട് ദൈവത്തിന്റെ വ്യക്തമായി പറയുന്നു, നീ സേവിക്കുന്ന ദൈവം വ്യത്യസ്തനാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ദിവസം. യേശുവിന്റെ നാമത്തിൽ അതര ബദര ഗദന ജബന ദഗര ദലബല ഹദര ചന്ദല ബൗഡ. ആമേൻ. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഏതിനാ കൂടുതൽ വില എന്ന് പറഞ്ഞാൽ മതി. ഏത് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഞാൻ വലിയവനാണെന്ന് പറയുന്നതാണോ വലുത്? അതായത് നിങ്ങൾ വലിയവനാണെന്ന് പറയുന്നതാണോ വില കൂടിയത്? അതോ നിങ്ങൾ സേവിക്കുന്ന ദൈവം വലിയവനാണെന്ന് പറയുന്നതാണോ വില കൂടിയത്? ഞാൻ പറയുന്നു, അത് പറയിപ്പിക്കും. നിങ്ങൾ സേവിക്കുന്ന ദൈവം, നിങ്ങൾ ആരാധിക്കുന്ന ദൈവം, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവം വലിയവൻ. യേശു അവനാരിലും വലിയവൻ. യേശു അവനാരിലും മതിയായവൻ. യേശു അവനാരിലും വലിയവൻ. യേശു അവനാരിലും മതിയായവൻ. എങ്ങനെ തെളിയിക്കും? കണ്ണുനീർ താഴ്വരയിൽ ജീവജലനദിയാകുമവൻ. ലോകത്തിൻ ചങ്ങലകൾ മണിവീണയായി തീർക്കുമവൻ. കണ്ണുനീർ താഴ്വരകൾ ജീവജലനദിയാകുമവൻ. ലോകത്തിൻ ചങ്ങലകൾ
സ്നേഹ കോടി കീഴിൽ നയിക്കുമവൻ. അതുകൊണ്ട് യേശു യേശു അവനാരിലും വലിയവൻ. യേശു യേശു യേശുവാരിലും മതിയായവൻ. യേശു യേശു അവനാരിലും വലിയവൻ. യേശു യേശു യേശുവാരിലും മതിയായവൻ. വൈ എന്തുകൊണ്ട്? നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായ്ക്കുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതു ജീവനിൽ പകരുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതു ജീവനിൽ പകരുന്നവൻ. യേശു യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. യേശു യേശു യേശുവാരിലും വലിയവൻ. യേശു യേശു യേശുവാരിലും മതിയായവൻ. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവ നന്മയ്ക്കായി ഭവിച്ചിരുന്നു. ദൈവത്തെ സേവിക്കുമ്പോൾ സർവ നന്മയ്ക്കായി ഭവിച്ചിടുന്നു. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവ നന്മയ്ക്കായി ഭവിച്ചിടുന്നു. തിരുസ്വരം അനുസരിച്ച നാമം ഒരുക്കിടും അവനധികം. തിരുസ്വരം അനുസരിച്ച നാമം നിനക്ക് വേണ്ടി ഒരുക്കുന്നു, നിനക്ക് വേണ്ടി ഒരുക്കുന്നു. കൃപയരുളിടുമേ ബലമണിക്കുമേ, കൃപയരുളി. നീ ചുളയിൽ കീഴുമ്പോൾ നിനക്ക് അവർ കൃപയണിയിക്കും, ബലമണിയിക്കും. അരുളിടുമേ ബലമണിക്കുമേ, മധുരമായി മാറ്റിടുമേ, മധുരമായി മാറ്റിടുമേ, മാറ മധുരമായി മാറ്റിടുമേ. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. അത് മഞ്ഞുപോലെ എന്മേൽ പൊഴിഞ്ഞു വീഴും, അത് മാറി പോലെ എന്മേൽ പെയ്തിറങ്ങും. അത് മഞ്ഞുപോലെ എന്മേൽ പൊഴിഞ്ഞു വീഴും, അത് മാറി പോലെ എന്മേൽ പെയ്തിറങ്ങും.
പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്റെയാ എന്നെ വിട്ടുമാറുകില്ല. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്റെയാ എന്നെ വിട്ടുമാറുകില്ല. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. അമ്മ തന്നോദരത്തിൽ എന്നെ കണ്ടല്ലോ, നിന്റെ ദയയോട് വീണ്ടെടുത്തല്ലോ. അമ്മ തന്നോദരത്തിൽ എന്നെ കണ്ടല്ലോ, നിന്റെ ദയയോട് വീണ്ടെടുത്തല്ലോ. കരയോളം ചുമക്കാമെന്നാരുളിയോനേ, നിന്നോട് തുല്യനായി ആരുമില്ല. കരയോളം ചുമക്കാമെന്നാരുളിയോനേ, നിന്നോട് തുല്യനായി ആരുമില്ല. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. അത് മഞ്ഞു പോലെ എന്നിൽ പൊഴിഞ്ഞു വീഴും, അത് മാരി പോലെ എന്നിൽ പെയ്തിറങ്ങും. അത് മഞ്ഞു പോലെ എന്നിൽ പൊഴിഞ്ഞു വീഴും, അത് മാരി പോലെ എന്നിൽ പെയ്തിറങ്ങും. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്റെയ എന്നെ വിട്ടുമാറുമില്ല. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്റെയ എന്നെ വിട്ടുമാറുമില്ല. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. പാപിയായിരുന്നെന്നെ തേടി വന്നല്ലോ, പാവന നീണം ചിന്തി വീണ്ടെടുത്തല്ലോ. പാപിയായിരുന്നെന്നെ തേടി വന്നല്ലോ, പാവന നീണം ചിന്തി വീണ്ടെടുത്തല്ലോ. നിത്യതയോളം നടത്തിടുവാൻ യേശുവേ മാത്രം മതി എനിക്ക്. നിത്യതയോളം നടത്തിടുവാൻ യേശുവേ മാത്രം മതി എനിക്ക്. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. അത് മഞ്ഞു പോലെ എന്നിൽ പൊഴിഞ്ഞു വീഴും, അത് മാരി പോലെ എന്നിൽ പെയ്തിറങ്ങും. അത് മഞ്ഞു പോലെ എന്നിൽ പൊഴിഞ്ഞു വീഴും, അത് മാരി പോലെ എന്നിൽ പെയ്തിറങ്ങും. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്റെയ എന്നെ വിട്ടുമാറുമില്ല. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്റെയ എന്നെ വിട്ടുമാറുമില്ല. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ
നോക്കട്ടെ, മണം പോലും ഏൽക്കാതെ നെബൂഖദ്നേസറിന്റെ കയ്യിൽ നിന്ന് ചോദിച്ചതെന്നാ? എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന നിങ്ങളുടെ ദൈവം ആര്? എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവൻ ആര്? എൻ്റെ ദൈവത്തെക്കാൾ വലിയ ദൈവം ഉണ്ടോ? 60 മുഴം പൊക്കത്തിൽ സ്വർണം കൊണ്ട് നിർത്തിയിരിക്കുന്ന, തങ്കം കൊണ്ട് നിർത്തിയിരിക്കുന്ന ഇത് തൂക്കി വിറ്റ കാശ് കിട്ടും. പക്ഷേ ജീവൻ രക്ഷിക്കാൻ മതിയായതല്ല, തീയിൽ നിന്ന് വിടുവിക്കാൻ മതിയായതല്ല, തീച്ചുളയിൽ നിന്ന് വിടുവിക്കാൻ മതിയായതല്ല. എൻ്റെ ദൈവം ചന്ദ്രകബേദ്നെഗോവേ, നിന്റെ ദൈവം നെബൂഖദ്നേസറിന്റെ ദൈവത്തെക്കാൾ ആമേൻ. ചിലരെ കൊണ്ട് പറയിപ്പിക്കും, നിന്നെ നിർത്തിക്കൊണ്ട് പറയും, നിന്റെ ദൈവത്തെ പോലൊരു ദൈവമില്ല, നിന്റെ ദൈവത്തെ പോലൊരു ദൈവമില്ല, നീ ആരാധിക്കുന്ന ദൈവം വലിയവനാണ്. ആമേൻ. വ്യക്തമായിട്ട് ദൈവാത്മാവ് പറയുന്നു, ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ട് നാട്ടുകാരോ വീട്ടുകാരോ ആരോ എന്നറിയത്തില്ല, പരസ്യമായിട്ട് പറയും, ഇവന്റെ ദൈവത്തെ പോലൊരു ദൈവമില്ല, ഇവളുടെ ദൈവത്തെ പോലൊരു ദൈവമില്ല. എന്ത് ചെയ്യണം? ഇതൊക്കെ നീ നിലവിളിക്കുമ്പോൾ, നീ നെടുവീർപ്പിടുമ്പോൾ, ആമേ, ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ വാശിയോടെ പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ തേങ്ങലായിരിക്കും. കാരണം തീയിലോട്ടാ പോകാൻ പോകുന്നത്. പക്ഷെ പുറത്തുള്ളവർ കാണുന്നില്ല, നിന്റെ തീ പുറത്ത് കാണുന്നില്ല, നിന്റെ വേദന പുറത്ത് കാണുന്നില്ല, നിന്റെ യാതന പുറത്താരും അറിയുന്നില്ല, നിന്റെ കരച്ചില് വേറെ ആരും കണ്ടിട്ടില്ല, നിന്റെ നെടുവീർപ്പ് വേറെ ആരും കണ്ടിട്ടില്ല, കരയിപ്പിച്ചവനല്ലാതെ പിശാചല്ലാതെ വേറെ ആരും കണ്ടിട്ടില്ല. പക്ഷേ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരുവനുണ്ട്, നാലാമനായി ഇറങ്ങി വരുന്ന ഒരുവനുണ്ട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 4-ാം യാമത്തിൽ തണ്ട് വലിച്ച് കുഴഞ്ഞുകൊണ്ടിരിക്കുന്ന ശിഷ്യന്മാരുടെ അടുക്കൽ വന്നപ്പോൾ കുറച്ച് പേടിയും കൂടെ ഉണ്ടായി, ഒരു പേടിയും കൂടെ ഉണ്ടായി. ഭൂതമെന്ന് കണ്ട് പേടിച്ച് അവർ നിലവിളിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പം അതൊരു കാര്യം. പിന്നൊരു കാര്യം കൂടെ നടന്നു. അടുത്തത്, അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അത് ഒരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. പ്രശ്നം തൊട്ട് സംസാരിച്ചോ? നീ പേടിച്ച് നിലവിളിക്കുക. പറയുന്നു, നീ പേടിക്കണ്ട, ധൈര്യപ്പെടുവിൻ. ഇന്ന് പകൽക്കാലം നിന്റെ പ്രശ്നത്തെ തൊട്ട് ദൈവം സംസാരിക്കുമ്പോൾ പേടി പോകട്ടെ, ഭയം പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. പേടിക്കണ്ട, ധൈര്യപ്പെടുവിൻ. അടുത്ത വാക്യം, ഞാൻ ആകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കെ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. പത്രോസ് ആദ്യം പറഞ്ഞത് ശ്രദ്ധിക്കണം കേട്ടോ. കർത്താവേ, നീ ആണെങ്കിൽ, എന്നാ പെട്ടെന്ന് ഈ കാറ്റൊന്ന് നിർത്ത്, പെട്ടെന്ന് ഈ തിരമാലയൊന്ന് നിർത്ത്. അതല്ല പറഞ്ഞത്. പറഞ്ഞെന്നറിയാമോ? കർത്താവേ, നീ ആണെങ്കിൽ ഈ തിരമാലയുടെ മേളിൽ കൂടെ എനിക്കൊന്ന് നടക്കണം, ഈ പ്രശ്നത്തിന്റെ മേളിൽ കൂടെ എനിക്ക് നടക്കണം, ഈ പ്രതികൂലത്തിന്റെ മേളിൽ കൂടെ നടക്കണം. ഇത് അടങ്ങുന്നതിന് മുമ്പ് ഇതിനെ എൻ്റെ കാൽ കീഴിലാക്കണം. നിന്റെ മുമ്പിൽ തിരകൾ അടങ്ങുന്നതിന് മുമ്പ് നീ അതിനെ ചവിട്ടി അതിന്റെ മേളിൽ നടക്കണം, അതിനെ നടക്കണം, അതിന്റെ മേലെ നടക്കണം, അതിന്റെ മുകളിൽ കൂടെ നടക്കണം. ആമേൻ. ദൈവമക്കളെ, അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ സാധിച്ചെങ്കിൽ ഞാൻ ആലോചിക്കും. എന്തുവാ? കർത്താവേ, നീ ആണെങ്കിൽ കാറ്റ് നിൽക്കട്ടെ, നീ ആണെങ്കിൽ തിര നിൽക്കട്ടെ. പറഞ്ഞ പ്രാർത്ഥനയുടെ ഉദ്ദേശം അതാണല്ലോ. കാരണം പേടിച്ച വിഷയത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ പേടിച്ച വിഷയം നിൽക്കട്ടെ എന്നല്ല പത്രോസ് ആഗ്രഹിച്ചത്. പത്രോസ് ആഗ്രഹിച്ചത് പേടിപ്പിച്ച വിഷയത്തിന്റെ മേളിൽ കൂടെ എനിക്ക് നടക്കണമെന്ന്. നിന്നെ പേടിപ്പിക്കുന്ന വിഷയം നിൽക്കുന്നതിന് മുമ്പ് നിനക്കൊരു നടപ്പുണ്ട്, അതിന്റെ മേളിൽ കൂടെ ഒരു നടപ്പുണ്ട്. പേടിപ്പിച്ചതിന്റെ കാൽ കീഴാക്കിക്കൊണ്ട് ഒരു നടപ്പുണ്ട്. ആ നടപ്പിന് വേണ്ടി പ്രാർത്ഥിക്ക്, ആ നടപ്പിന് വേണ്ടി പ്രാർത്ഥിക്ക്, ആ നടപ്പിന് വേണ്ടി പ്രാർത്ഥിക്ക്. ആമേൻ. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ഞാൻ അറിയാത്ത ജനം എന്നെ സേവിക്കുന്നു, അവർ കേൾക്കുമ്പോൾ തന്നെ അനുസരിക്കും. എൻ്റെ ജനത്തെ എൻ്റെ കാൽ കീഴാക്കി തരുന്നവനും
നീ തന്നെ. ആമേൻ. അപ്പൊ തിരമാല മാറാൻ വേണ്ടിയല്ല, കാറ്റടങ്ങാൻ വേണ്ടിയല്ല. ജീവനും തൻ്റെ ഇടമുള്ള ദൈവമക്കൾ പ്രാർത്ഥിക്കേണ്ടത് ഈ തിരമാല മാറണ്ട, ഈ കാറ്റും മാറണ്ട, കുറച്ച് കഴിഞ്ഞ് മാറിയാൽ മതി. ഇപ്പൊ എനിക്ക് ഇതിന്റെ മേളിൽ കൂടെ ഒന്ന് ജയാളിയായിട്ട് നടക്കണം, തലപൊക്കി ഒന്ന് നടക്കണം. നിന്റെ പ്രശ്നത്തിന്റെ മേളിൽ കൂടെ, നിന്നെ വിഷമിക്കുന്ന വിഷയത്തിന്റെ മേളിൽ കൂടെ നിന്നെ നടത്തണം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം, പ്രൈസ് ഗോഡ്, യേശുവിന്റെ നാമത്തിൽ അതുപോലെയുള്ള ചില പ്രാർത്ഥനകൾ ഉയരട്ടെ. ജീസസ് 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 ജീസസ്. ആമേൻ എന്ന് പറഞ്ഞ അർത്ഥം എന്നറിയാമോ? ഹല്ലേലൂയ. ഞാൻ ഒരു ഉദാഹരണം പറയാം, അത് ശരിയായ ഉദാഹരണമല്ല, എന്നാലും പെട്ടെന്ന് മനസ്സിലാകുന്നതുകൊണ്ട് ഞാൻ പറയാം. ഒരുത്തൻ വലിയൊരു കാശുകാരൻ്റെ മകൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഒരു വസ്തു പഠിച്ചിട്ടില്ല. സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവൻ പരീക്ഷ എഴുതി. അപ്പം പറഞ്ഞു, നീ പഠിച്ചില്ലെങ്കിലും പരീക്ഷ എഴുതി കുഴപ്പമില്ല, പേപ്പറിൻ്റെ പുറകെ ഞാൻ പോകും. പ്രൈസ് ഗോഡ്. കാണേണ്ടവരെയൊക്കെ കാണും, കൊടുക്കേണ്ടത് ചോദിക്കുന്നതിന് കൂടുതൽ കൊടുക്കും. നിനക്ക് ഡിസ്റ്റിങ്ഷനോടെ പാസ്സാവും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പം നല്ല അപ്പൻ, ഇതുപോലത്തെ അപ്പന്മാരെല്ലാവർക്കും ഉണ്ടായിരുന്നെങ്കിൽ വലിയ സന്തോഷത്തോടെ. അപ്പം ഇവനൊരു കൂട്ടുകാരനുണ്ട്, അവൻ നന്നായിട്ട് പഠിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അവൻ ചെന്ന് അവനോട് പറഞ്ഞു, എടാ, എൻ്റെ അപ്പൻ ഏതാനും പുറകെ പോകുന്നുണ്ട്, നിന്റെ നമ്പറൂടെ കൊടുത്തു വിട്ടാൽ മതി, നീ ഒന്നും പഠിക്കണ്ടപ്പാ, കുഴപ്പം. നിന്റെ നമ്പർ കൊടുത്തു വിട്ടാൽ മതി, എൻ്റെ ശരിയാക്കുമ്പോൾ അപ്പൻ അത് ശരിയാകും. എൻ്റെ അപ്പൻ എനിക്കറിയാം, ഞാൻ പറഞ്ഞാൽ അതുപോലെ ചെയ്യും. അപ്പം നമ്മൾ രണ്ട് ഡിസ്റ്റിങ്ഷൻ. അപ്പം കുളത്ത് കൈയിടാൻ വന്നു. അവൻ പറഞ്ഞെന്നായിരിക്കും അറിയാമോ? എന്തായിരിക്കും പറഞ്ഞു? അവൻ പറയുന്നത്, അങ്ങനെ പേപ്പറിൻ്റെ പുറകെ പോയി ആരും എന്നെ ജയിപ്പിക്കണ്ട, എനിക്ക് നിന്റെ മേളിൽ കൂടെ നടക്കാമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഈ പേപ്പറിന്റെ മേളിൽ കൂടെ, ഈ പ്രശ്നത്തിന്റെ മേളിൽ കൂടെ, ഈ ക്വസ്റ്റ്യന്റെ മേളിൽ കൂടെ ഞാനൊന്ന് നടന്നിട്ട് എല്ലാ ചോദ്യത്തിനും ആൻസർ ചെയ്തുകൊണ്ട് ഉന്നത ബിരുദം കൈവശമാക്കാൻ എനിക്ക് പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. നീ ഏത് ഭാഗത്താണ്? കാശ് കൊടുത്ത് വിജയം വേണോ, പ്രവർത്തിച്ച് വിജയം വേണോ, പഠിച്ച് വിജയം വേണോ, ഈ ഇതിന്റെ പ്രശ്നത്തിന്റെ മേളിൽ കൂടെ നടന്നുള്ള വിജയം വേണോ? പ്രൈസ് ഗോഡ്. ഇന്ന് പകല് പത്രോസ് വിചാരിച്ചത് ഇതുപോലെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ബാക്കിയുള്ള ശിഷ്യന്മാർ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അവർ പറഞ്ഞു കാണും, ഇവൻ എന്തൊരു സാധനോടാ, ഈ കാറ്റൊന്ന് അടങ്ങി കിട്ടാൻ വേണ്ടി നമ്മൾ കരയുക, തിരമാല എന്ന് പറയാൻ വേണ്ടി നമ്മൾ കരയുക, അപ്പൊ ഇവൻ അതിന്റെ മേളിൽ കൂടെ നടക്കണമെന്ന് അത്രയും നേരം കൂടെ നമ്മൾ സഹിക്കണോ? ബാക്കിയുള്ളവരൊക്കെ സഹിക്കുക, പക്ഷേ പത്രോസ് അനുഭവിക്കുക. എന്തനുഭവിക്കുന്നു? ജയത്തിന്റെ വീര്യത്തോടുകൂടെ അവൻ ശത്രുവിന്റെ തല തകർത്തുകൊണ്ട്, അവന്റെ തലയെ തകർത്ത് സർവായുധവർക്കും വപ്പിച്ച യേശുവിന്റെ നാമത്തിൽ ഞാൻ നടകൊള്ളും, ഞാൻ നടകൊള്ളും. ഇന്ന് പലകാലം തീരുമാനിക്കുക. പ്രശ്നം കണ്ട് ഭാരപ്പെട്ട് നിലവിളിച്ചത് ശരിയാണ്, എല്ലാ ഭാരവും പ്രയാസവും ഉണ്ടായി ഞാൻ കരഞ്ഞത് ശരിയാണ്, വിളിച്ചു കൂവിയത് ശരിയാണ്. പക്ഷേ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഇനി ഞാൻ വിളിച്ചു പോവാനല്ല പോകുന്നത്, എൻ്റെ രക്ഷകൻ വന്നു കഴിഞ്ഞു, എൻ്റെ യേശു വന്നു കഴിഞ്ഞു. ഇനി ഞാൻ വിളിച്ചു പോവാനല്ല പോകുന്നത്, ഞാൻ ഇവൻ്റെ തലേ കൂടെ നടക്കാൻ പോകുകയാണ്, ഇവൻ്റെ മേളിൽ കൂടെ നടക്കാൻ പോകുകയാണ്. നിന്നെ നടത്തും, നിന്നെ നടത്തും, നിന്നെ നടത്തും. നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നടത്തും. പറ കർത്താവിനോട്, കർത്താവേ, എനിക്കൊന്ന് നടക്കണം, എനിക്കൊന്ന് നടക്കണമെന്ന് പറയാമോ? എത്ര പേരുണ്ട് അങ്ങനെ പറയാം? ഒന്ന് കരം ഉയർത്തിപ്പിടിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയാലോ? പ്രാർത്ഥിച്ചാൽ നടക്കുമെന്ന് വിശ്വസിക്കുന്നവരാണോ? ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയാലോ? എന്തോ പ്രാർത്ഥിക്കാമെന്ന് അറിയാമോ? തിര അടങ്ങാനല്ല, ഈ തിരയുടെ മേളിൽ കൂടെ നടക്കാനുള്ള കൃപ കിട്ടാൻ യേശുവിന്റെ നാമത്തിൽ ഉറക്കെ പ്രാർത്ഥിച്ചു. കർത്താവായിരിക്കും യേശുവേ, എൻ്റെ മുമ്പിലേക്ക്, എൻ്റെ പടവിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് ഒന്നിനു പുറകെ ഒന്നായി അടിച്ചുകൊണ്ടിരിക്കുന്ന ഈ തിരമാല, അതിൻ്റെ മേളിൽ കൂടെ തലേ ചവിട്ടി എനിക്കൊന്ന് നടക്കണം, എനിക്കൊന്ന് നടക്കണം. നീ കൽപ്പിക്കണമേ, നീ കൽപ്പിക്കണമേ, നീ കൽപ്പിക്കണമേ, യേശുവിന്റെ നാമത്തിൽ ആമേൻ. 28-ാം വാക്യം. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. നീ ആകുന്നെങ്കിൽ കൽപ്പിക്കണം. ഒരുത്തന് മാത്രമേ കൽപ്പിക്കാനുള്ള പവറുള്ളൂ, അത് തിരമാലകളോടും കാറ്റിനോടും. മനുഷ്യൻ കൽപ്പിച്ച മാറാത്ത ചില സാധനങ്ങളുണ്ട്, അതിനെക്കൊണ്ട് രാജാവല്ല റോമൻ ചക്രവർത്തി കൽപ്പിച്ചാലും, ഹേരോദാവ് കൽപ്പിച്ചാലും, മഹാപുരോഹിതൻ കൽപ്പിച്ചാലും മാറത്തില്ല. എന്നാൽ ഇതിനോടും കൽപ്പിക്കാൻ കഴിവുള്ള ഒരുവനെ ആർക്കറിയാം? അവൻ എല്ലാത്തിനോടും കൽപ്പിക്കാൻ കഴിവുള്ളവൻ, ആജ്ഞാപിക്കാൻ കഴിവുള്ളവൻ, രാജാതി രാജാവും കർത്താതി കർത്താവുമായവൻ. അവനെ അറിയാവുന്നവർക്കൊരു സ്വത്രം പറയാം. നീ ആകുന്നെങ്കിൽ കൽപ്പിക്കണം.
വരിക എന്ന് അവൻ പറഞ്ഞു. യേശു പറഞ്ഞു പോന്നോളാൻ പറഞ്ഞു. പത്രോസ് പടകിൽ ദൈവത്തിന്റെ സ്തോത്രം. ഈ ഒരൊറ്റ ക്ലിയറൻസ് കിട്ടിയാൽ മതി. നിനക്ക് വേറെ ഒരു ക്ലിയറൻസും വേണ്ട, ലോകത്തിൽ ആരുടെയും ക്ലിയറൻസ് വേണ്ട. കഴിവുള്ള ഒരുവന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരൊറ്റ ക്ലിയറൻസ്. കം ഓൺ, വരിക വരിക വരിക. അടുത്ത വാക്യം. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. അവിടം വെച്ച് ഞാൻ നിർത്തുക. പിന്നെ പ്രൈസ് കൊടുക്കാൻ വെള്ളത്തിന്മേൽ നടന്നു. ലോകത്തിൽ കർത്താവ് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനായിട്ട് ആരെങ്കിലും വെള്ളത്തെ നടന്നിട്ടുണ്ടെങ്കിൽ ഒറ്റ ഒരുവൻ പത്രോസ് മാത്രം. എന്തുകൊണ്ടെന്നറിയാമോ? ഒന്നെന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. പിന്നെ പേടിച്ച് മുങ്ങാൻ തുടങ്ങിയപ്പോൾ പൊക്കിയൊക്കെ എടുത്ത് പ്രൈസ് ഗോഡ്. എന്നാലും നടന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ പറയാം പ്രൈസ് ഗോഡ്, എനിക്ക് അങ്ങനെ ഒരു സ്റ്റെപ്പെങ്കിലും ഒന്ന് വയ്ക്കാൻ മതി എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം നിന്റെ പ്രശ്നത്തെ തരണം ചെയ്യാൻ വെക്കണം, നിന്റെ പ്രശ്നത്തിന്റെ തലയിൽ ചവിട്ടാൻ തക്കവണ്ണം ഒരൊറ്റ സ്റ്റെപ്പെങ്കിലും നിന്റെ പ്രശ്നത്തിന്റെ തലപ്പുറത്ത് വയ്ക്കത്തക്കവണ്ണം നിന്നെ സഹായിക്കാൻ കഴിവുള്ളൊരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് എടുത്തു വയ്ക്ക് കാല്, എടുത്തു വയ്ക്ക് കാല്. വിശ്വാസത്താൽ 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 വിശ്വാസത്താൽ. നിന്റെ ഈ ബാറ്റ ചെരുപ്പിട്ട കാലുകൊണ്ട് ചവിട്ടിയാൽ ചിലപ്പോൾ നടക്കത്തില്ലായിരിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവൻ വുഡ്ലാൻഡ്സിന്റെ ഷൂ ഇട്ട് നടക്കുന്ന കാലുകൊണ്ട് ചവിട്ടിയാൽ ചിലപ്പോൾ നടക്കത്തില്ലായിരിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, പെട്ടകം തോളിലുണ്ടോ? പ്രമാണം നിന്റെ തോളിലുണ്ടോ? കൽപ്പലക നിന്റെ തോളിലുണ്ടോ? നിയമം നിന്റെ പുറകിലുണ്ടോ? യേശു നിന്റെ പുറകിലുണ്ടോ? വചനം നിന്റെ പുറകിലുണ്ടോ? നിന്റെ ഉള്ളങ്കാല് വെള്ളത്തിൽ മുട്ടുന്ന നിമിഷത്തിൽ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിൽക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചില മേൽവെള്ളങ്ങളുടെ ഒഴുക്ക് stop in the name of Jesus. യേശുവിന്റെ നാമത്തിൽ നിൽക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ മേൽവെള്ളത്തിന്റെ ഒഴുക്ക്, മേൽവെള്ളത്തിന്റെ ഒഴുക്കുകൾ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിൽക്കട്ടെ, നിൽക്കട്ടെ, നിൽക്കട്ടെ. പ്രൈസ് ഗോഡ്. മേൽവെള്ളത്തിൽ ഒഴുക്കുന്നു ദൈവപ്രവൃത്തി വെളിപ്പെടും. അല്ലെങ്കിൽ ഇതിനെന്ത് ചെയ്യണം? ഞാൻ യഹോവയോട് നിലവിളിച്ചു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇനി എനിക്ക് പെട്ടെന്ന് പോകാം കാര്യം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തോട് നിലവിളിച്ച പരിപാടികളുടെ വ്യത്യാസത്തിൽ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നിട്ട് അടുത്തത് 5-ാം വാക്യം. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. രണ്ടാമത് ചെയ്യേണ്ടത് ഞാൻ കാത്തിരിക്കുന്നു. ആദ്യത്തെ പരിപാടി ക്രൈ, രണ്ടാമത്തെ പരിപാടി വെയിറ്റ്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ, അവർ കഴുകന്മാരെ പോലെ, എന്നിട്ട് ക്ഷീണിച്ചു പോകാതെ തളർന്നു പോകാതെ നടക്കുകയും ചെയ്യും. പ്രൈസ് ഗോഡ്. കാത്തിരിക്കുന്നത് ആരെയാണ്? ആരെയാണ് കാത്തിരിക്കുന്നത്? നീ നടക്കും, നീ ഓടും, നീ ക്ഷീണിക്കത്തില്ല, നീ തളരത്തില്ല. നിന്നെ തളർത്തുന്ന സകലതിനെയും കൈകാര്യം ചെയ്തുകൊണ്ട് കാത്തിരിക്കുന്നവർക്കായി പ്രത്യക്ഷനാകുന്ന ദൈവകൃപയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. കാത്തിരിക്കണമെങ്കിൽ എന്ത് വേണം? വിശ്വാസം വേണം. ആമേ. അപ്പൻ ദുബായിൽ നിന്ന് വരുമ്പോൾ എയർപോർട്ടിൽ പോയി കാത്തു നിൽക്കുന്നവന് പ്രൈസ് കോഡ് ഒരങ്കലാപ്പും ഇല്ല. ഇപ്പം ലാൻഡ് ചെയ്യും, ഇപ്പം ലാൻഡ് ചെയ്യും, ഇപ്പം ലാൻഡ് ചെയ്യും. അതുപോലെ കാത്തിരിക്കാൻ നിന്റെ ഭവനത്തിലേക്ക്, നിന്റെ വിഷയത്തിലേക്ക് ഇതാ ദൈവം ലാൻഡ് ചെയ്യട്ടെ, യേശു ലാൻഡ് ചെയ്യട്ടെ. കാത്തിരിക്കുന്നവർക്കായി അവൻ പ്രത്യക്ഷനാകും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. തന്നെ കാത്തിരിക്കുന്നവർക്കായി അവൻ പ്രത്യക്ഷനാകും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വെയിറ്റ്. അപ്പം നിലവിളിക്കുന്നവർ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നിട്ട് എന്റെ ഉള്ളം കാത്തിരിക്കുന്നു, അവന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു. അവന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു. എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ഒരു നോട്ടം നോക്കി കമ്പ്യൂട്ടറിൽ അവിടെ എഴുതി വച്ചിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. K235 ഫ്രം ദുബായ്, അറൈവൽ ഓൺ ടൈം. ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പിന്നെ ഒരു ഹോപ്പ്, ഒരു സംശയമില്ലാത്തൊരു ഹോപ്പ്.
കറക്റ്റ് ടൈമിന് ആമേൻ അറബിക്കടലിൽ അത് കടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. നെടുമ്പാശ്ശേരി എയർപോർട്ടിന് ചുറ്റും അത് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ക്ലിയറൻസ് കിട്ടിയാൽ ലാൻഡ് ചെയ്യും. ഇങ്ങനത്തെ ഒരു ഹോപ്പ് എത്ര പേർക്കുണ്ട്? ദൈവം നിനക്ക് വേണ്ടി അയച്ചിരിക്കുന്ന വിടുതൽ നിന്റെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ വീടിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ ബിസിനസ് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ തലമുറയ്ക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ ശുശ്രൂഷയ്ക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ലാൻഡ് ചെയ്യും, അത് ലാൻഡ് ചെയ്യും, അത് ലാൻഡ് ചെയ്യും. ഉടബല ഹദ്ര ജബല ഗരഗദ ജലബല ഹത്തല ബൗദേ. ആമേൻ. കാത്തിരിക്കുന്നത് പ്രത്യാശയോടെ. ഹോപ്പ്. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇനി ദൈവത്തിന്റെ സ്തോത്രം. ആമേൻ. 6-ാം വാക്യം. ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ എന്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. മലയാളത്തിൽ കാത്തിരിക്കുന്ന, പക്ഷെ ഇംഗ്ലീഷിൽ വാച്ച്. എങ്ങനെ കാത്തിരിക്കുന്നു? ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ. ഉഷസ്സിനായി 2 പ്രാവശ്യം കാത്തിരിക്കുന്നവരെക്കാൾ എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. നേരം വെളുക്കുകയും ഉദയസൂര്യൻ നീതി സൂര്യൻ ഉദിക്കുകയും ചെയ്യും. വെളുപ്പിന് 4-ാം യാമത്തിൽ എഴുന്നേറ്റ് നെടുവീർപ്പിട്ട് നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച ദൈവവൈതലെ ദൈവാത്മാവിനോട് വ്യക്തമായി സംസാരിക്കുന്നു. വെളുപ്പിന് എഴുന്നേറ്റ് പ്രാർത്ഥിച്ച ചില ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കുന്ന സമയം അടുത്തു കഴിഞ്ഞു. നീതി സൂര്യൻ ഉദിക്കുന്ന സമയം അടുത്തു കഴിഞ്ഞു. യാത്രയുടെ യാമങ്ങളിൽ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് മറുപടി ലഭിക്കേണ്ട സമയം അടുത്തു കഴിഞ്ഞു. ആമേൻ. ഞാൻ നിങ്ങളോട് നിങ്ങൾക്കൊരു ജോലി തരാൻ പോവാ. ഇപ്പൊ തന്നെ ആൾക്ക് മനസ്സിലായിക്കണം, ഏതാണ്ട് കുറെ പേർ മനസ്സിലായി. എന്താ ജോലി എന്നറിയാം? ഇഷ്ടമുള്ള ചെയ്താൽ മതി. എല്ലാവരും ചെയ്യണമെന്നില്ല, നല്ല മനസ്സോടെ ചെയ്തിട്ടാണ്. എന്താ ജോലി എന്നറിയാമോ? നാളെ തൊട്ട് 4 മണിക്ക് അലാറം വെച്ചോ, കൂട്ടുകാരോട് പറഞ്ഞോ, മൊബൈൽ ഫോണിൽ കൂടെ മിസ് കോൾ അടിപ്പിച്ചോ. എന്ത് ചെയ്യും? എല്ലാം പോയില്ലോ, കയ്യടിയും പോയി, ബഹളവും പോയി, എല്ലാം പോയി. എന്താ ചെയ്യണമെന്ന് പറഞ്ഞാട്ടെ. എഴുന്നേറ്റ് 4 തൊട്ട് 4:30 വരെ 30 മിനിറ്റ്സ് നാളെ തൊട്ട്. എന്തുവരെ വേണം? ലോകാവസാനം വരെ ഒന്നും വേണ്ട. ഡിസംബർ 31-ാം തീയതി വേണ്ട. വെളുപ്പങ്ങത്തിൽ പോകും. 30-ാം തീയതി, ഡിസംബർ 30-ാം തീയതി വരെ നാളെ തൊട്ട് 4 മണിക്ക്. ഞാൻ കൈ പൊക്കണ്ട, കൈ പൊക്കി പലരും മറന്നു കളയുന്നത്. നിങ്ങൾ തീരുമാനിച്ചാൽ ഞാൻ നാളെ തൊട്ട് വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് 30 മിനിറ്റ്സ് എൻ്റെ ദൈവത്തോട് എൻ്റെ സങ്കടം ഞാൻ പറയും, എൻ്റെ കംപ്ലൈൻറ്റ് ഞാൻ ബോധിപ്പിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് തീയതി 30. എത്ര ദിവസം? ഡിസംബർ 30 വരെ. പ്രൈസ് ഗോഡ്. 1 മാസം ഒന്ന് ബോധിപ്പിച്ച് നോക്കിയാൽ മാറ്റമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കരമുയർത്തി സ്തോത്രം പറയാമോ? ആ വിശ്വാസം ഈ വർഷം നടപ്പാക്കി നിന്നെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിനെ കൈകാര്യം ചെയ്യുവാൻ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുന്നവർ തീരുമാനമെടുക്കുക. 2015 വ്യത്യസ്തമായ ഒരു അനുഭവത്തോടെ നീ കാലെടുത്ത് വയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. 1 മാസം പ്രാർത്ഥിച്ചാൽ മിക്കവാറും 2015 മുഴുവൻ പ്രാർത്ഥിക്കും. കാരണം 1 മാസം 4 മണിക്ക് എഴുന്നേറ്റാൽ നാം പിന്നത്തെ ദിവസം തൊട്ട് 4 മണിക്ക് തന്നെ ഉണരും. വെയ്ക്കപ്പ് കോളും വേണ്ട, മിസ് കോളും വേണ്ട, മൊബൈലിൽ കൂടെ വേണ്ട, ടൈം മ്യൂസിക് കൂടെ വേണ്ട, യാതൊന്നും വേണ്ട. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നീ എഴുന്നേറ്റിരിക്കും. ഈ 1 മാസം 4 മണിക്ക് എഴുന്നേറ്റ് 4:30 വരെ പ്രാർത്ഥിക്കാനോ ദൈവവചനം ധ്യാനിക്കുക. ഏത് ചെയ്തു? പ്രൈസ് ഗോഡ്. ആദ്യമൊക്കെ ധ്യാനിക്കുക എന്നല്ല, അല്ലെങ്കിൽ ഉറങ്ങിപ്പോകും. പ്രൈസ് ഗോഡ്. ആദ്യത്തെ ദിവസങ്ങളിൽ വായനയാണ് നല്ലത്. ആദ്യത്തെ ഒരാഴ്ച ഉറക്കം വന്ന് വായിച്ചോണം, വന്നില്ലെങ്കിൽ പ്രാർത്ഥിച്ചോണം. പിന്നെ ഉറക്കം വന്നാൽ വായിച്ചോണം, വന്നില്ലെങ്കിൽ പ്രാർത്ഥിച്ചോണം. അങ്ങനെ 30 മിനിറ്റ്സ് 1 മാസം ഒന്ന് നടത്തി നോക്കിയേ. അടുത്ത 2015 ജനുവരി മാസം 1-ാം തീയതി മുതൽ ഒരു കാര്യം നിനക്ക് കാണാൻ പറ്റും. 4 മണിയാകുമ്പോൾ ആരോ നിന്നെ തട്ടി ഉണർത്തിയതുപോലെ എഴുന്നേൽക്കും. പിന്നെ കിടന്ന് ഉറങ്ങരുത്, അരമണിക്കൂർ കൂടെ പ്രാർത്ഥിച്ചോണം. അങ്ങനെയാണെങ്കിൽ 2015 വരുന്ന ഏത് പ്രശ്നത്തിനും, അത് എംബോളയായാലും ചിക്കൻ ഗുനിയായാലും H1N5 ആയാലും ഏത് മഹാവ്യാധിയായാലും ഒരു ബാധയും നിന്റെ കൂടാരത്തോട് അടുക്കാതെ കണ്ട്, നിന്റെ കുടുംബത്തോട് അടുക്കാതെ കണ്ട്, നിന്റെ തലമുറയോട് അടുക്കാതെ കണ്ട് പരിപാലിക്കാൻ കഴിവുള്ള ദൈവത്തിന്റെ കൃപ നിന്നെ ചുറ്റി പരിപാലിക്കും. ഏത് മാന്യം വന്നാലും, സാമ്പത്തിക മാന്യമായാലും, ഫൈനാൻഷ്യൽ ഡിപ്രഷൻ ആയാലും, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, നിന്നെ ചുറ്റി പരിപാലിക്കാൻ കഴിവുള്ള ദൈവം നിന്നെ സഹായിക്കും. ഏത് പ്രതികൂലത്തിലായാലും, ഏത് ബുദ്ധിമുട്ടിലായാലും ഒരു കാര്യം ഉറപ്പാണ്,
നിന്റെ ദൈവം നിന്നെ സഹായിക്കും. തിരുവചനം പറയുന്നു, ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ അത്യുന്നതന്റെ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിന്റെ നടുവിലുണ്ട്. ദൈവം അധികാലത്തെ സഹായിക്കും. ദൈവം അധികാലത്തെ സഹായിക്കും. 2015 അധികാലത്തെ സഹായത്തിനായി അവൻ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ കൊണ്ട് ഫെയ്ത്ത് സിറ്റി നിറയട്ടെ. ആമേൻ. 40 മണിക്കൂർ പ്രാർത്ഥന ചിലതൊക്കെ കൊണ്ടുവരും കേട്ടോ. ഈ 10 ദിവസത്തെ ഉപവാസം ചിലതൊക്കെ സംഭവിപ്പിക്കും. ഇൻ ദ നെയിം ഓഫ് ലോർഡ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ ഈ ഉപവാസം കർത്താവേ, ഈ ഉപവാസം നിന്റെ പ്രവൃത്തികൾ സഭയിൽ, കുടുംബങ്ങളിൽ, വ്യക്തികളിൽ വെളിപ്പെടുന്ന ഒരു ഉപവാസമാക്കണം. അപ്പം ഞാൻ ഈ 130 131 കൂടെ കപ്പിൾ ചെയ്ത് എന്തിനാണെന്നറിയാം? 131 അവസാന വാക്യം വായിക്കാൻ. ഇസ്രായേലേ, ഇന്നു മുതൽ എന്നേക്കും യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. ഇന്ന് മുതൽ എന്നേക്കും യഹോവയിൽ പ്രത്യാശ വെച്ചു ജീവിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 131 സംഘത്തിൽ വായിച്ചു വിട്ടേ. യഹോവേ, എന്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല. ഈ കാര്യം ശ്രദ്ധിച്ചോണം കേട്ടോ. എന്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല. ചിലർക്കൊക്കെ എന്തോ ഒരു അഹങ്കാരമാണെന്നറിയാം ഈ കാലങ്ങളിൽ. എന്ത് കണ്ടിട്ടാണ് എനിക്കറിയത്തില്ല. പറയണം, എന്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല. അടുത്തത്, ഞാൻ നിഗളിച്ച് നടക്കുന്നില്ല. ഞാൻ നിഗളിച്ച് നടക്കുന്നില്ല. ദാവീദിന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാണ് നിഗളിയാണ് അല്ലേ? എല്ലാ താഴ്വരയിൽ ചെന്നപ്പോൾ സ്വന്തം സഹോദരന്മാർ അവിടെ ആകെ, ഞാൻ ആലോചിക്കുന്നതാണ്, 12 ഗോത്രത്തിൽ നിന്നും ലക്ഷക്കണക്കിന് പടയാളികളുണ്ട്. ഇവരാരെങ്കിലും ദാവീദിനെ കുറ്റം പറഞ്ഞു? സത്യം പറഞ്ഞാൽ ഇത്രയും ലക്ഷക്കണക്കിനുള്ള ആളുകളുടെ ഇടയിൽ അവൻ്റേതെന്ന് പറയാൻ, അവൻ്റെ രക്തമെന്ന് പറയാൻ കുറച്ച് പേരുണ്ട്. 3 പിന്നെ അത് ശമ്മ ആളുകൾ. അവരിവൻ്റെ കൂടെ നിൽക്കണ്ടേ? എന്നിട്ട് അവരെന്താ പറഞ്ഞത്? നിന്റെ നിഗളം അറിയാം. ദാവീദ് പറഞ്ഞ മറുപടി എന്താ? ഞാൻ ഒരു വാക്കല്ലേ പറഞ്ഞു. ഞാൻ എന്തോ പറഞ്ഞു വെച്ചാൽ ഞാൻ ഒരു വാക്കല്ലേ പറഞ്ഞുള്ളൂ. പക്ഷെ ദാവീദിനൊരു കാര്യം അറിയാം, പറയുന്നത് കാര്യമുണ്ട്. അതുകൊണ്ടെന്നറിയാമോ? അവിടെ നിന്ന് മാറി വേറൊരുത്തിൻ്റെ അടുത്ത് നിന്ന് അതേ വാക്ക് തന്നെ പറഞ്ഞു. ഗുണമെന്നറിയാമോ? ആ വാക്ക് ശൗലിൻ്റെ ചെവിയിലെത്തി. ശൗല് വിളിപ്പിച്ചു. എന്തിനാ ശൗല് വിളിപ്പിച്ചെന്നറിയാമോ? അടുത്ത നിമിഷത്തിൽ പ്രൈസ് ഗോഡ് ലോകം മുഴുവൻ, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ദാൻ മുതൽ ബർശാബ വരെയുള്ള ഇസ്രായേലിലെ മുഴുവൻ തെരുവുകളിൽ കന്യകമാർ തപ്പെടുത്തുകൂടെ നൃത്തം ചെയ്ത് പാടാൻ പോകുന്നൊരു പാട്ടുണ്ട്. ഹല്ലേലൂയ, ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000. അതിനു വേണ്ടി വിളിപ്പിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ആരെ നിന്നെ നെകളവാസി എന്ന് പറഞ്ഞാലും പേടിക്കല്ലേ, പേടിക്കല്ലേ. നിന്നെ അറിയുന്നവൻ വിളിക്കും, അധികാരമുള്ളവൻ വിളിക്കും. നിന്റെ കയ്യിൽ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ അവൻ ചെങ്കോല് തരും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഇത് മനുഷ്യൻ തരുന്നതല്ല. ഒരു പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഒരു മിനുസമുള്ള കല്ലുകൊണ്ട് ശത്രുവായിരിക്കുന്ന ഗോലിയാത്തിനെ താഴെ വീഴിച്ചിട്ട് രാജ്യത്തിന്റെ ചെങ്കോൽ നിന്റെ കയ്യിൽ തരുവാൻ എന്റെ ദൈവം പ്രസാദിക്കുന്നുണ്ടെന്ന് വിശ്വസിച്ചൊരു സ്തോത്രം ചെയ്യ്. ആമേൻ. ഗോലിയാത്തിനെ വീഴിക്കുന്ന ദൈവകൃപ നിനക്ക് വേണ്ടി വ്യാപരിക്കുന്നത് ചുമ്മാതല്ല, നിന്റെ കയ്യിൽ ചെങ്കോൽ ഏൽപ്പിക്കാൻ. കയ്യിലൊന്നുമില്ലാത്തവനായി നിന്ദിക്കപ്പെട്ട, കയ്യിലൊന്നുമില്ലാത്തവനായി പരിഹസിക്കപ്പെട്ട, കയ്യിൽ ഒന്നുമില്ലാത്തവനായി മറ്റുള്ളവരാ നിഷേധിക്കപ്പെട്ട, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, പിന്നത്തേത് എല്ലാം കൈവശമുള്ളവനായി നിന്നെ രാജ്യത്ത് നിർത്തുവാൻ ദാവീദിന്റെ ദൈവം വിശ്വസ്തനാണ്. In the name of Jesus, in the name of Jesus, in the name of Jesus, in the name of Jesus. Praise the Lord. Hallelujah. ഇന്ന് പകൽക്കാലം ഈ ദാവീദിന്റെ ദൈവത്തെ, ഈ ശദ്രക് മേശക്ക് അബേദ്നെഗോവിന്റെ ദൈവത്തെ എനിക്ക് സേവിക്കണം. 2015 ആയുസ് തന്നാൽ എനിക്ക് എൻ്റെ കർത്താവിനോട് ജീവിക്കണം. എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന തിരമാലകൾ എന്നെ മുക്കിക്കളയരുത്. എനിക്ക് അതിൻ്റെ മീതെ കൂടെ നടകൊള്ളണം. കണ്ണുകളടയ്ക്കണം, തലകളെ വണക്കണം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. കണ്ണുകളടയ്ക്കണം, എല്ലാവരും തലകളെ വണക്കിയിരിക്കും. ഇന്ന് ഈ കർത്താവിന് കൂടെ ഈ പ്രതികൂലത്തിൻ്റെ മേളിൽ യേശുവിനോട് ചേർന്ന് നടന്ന് എനിക്ക് ജയമെടുക്കണം. അങ്ങനെ പ്രൈസ് ഗോഡ് ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ലാത്ത യേശു എൻ്റെ രക്ഷകനാണ്. നീയാണെങ്കിൽ കർത്താവേ, നീയാണെങ്കിൽ കൽപ്പിക്കണമേ, അത്
അതെ, യേശുവിൻ്റെ രക്ഷകനാണ്, യേശു എൻ്റെ കർത്താവാണ്, യേശു അധികാരമുള്ളവനാണ്, യേശു ശക്തിയുള്ളവനാണ്. ആ കർത്താവിനെ പിൻപറ്റുവാൻ എന്നെ സമർപ്പിക്കുന്നു. അങ്ങനെ തീരുമാനിക്കുന്ന വ്യക്തികൾ ഇന്ന് ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കരമെന്ന് ഉയർത്തിയാട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. 2015 അത്ഭുതങ്ങളുടെ, അടയാളങ്ങളുടെ, ജയത്തിൻ്റെ വർഷമായി നിനക്ക് ദൈവം മാറ്റട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി കൊടുക്കാൻ, ഹൃദയം കൊടുക്കാൻ, ജീവൻ കൊടുക്കാൻ, കർത്താവിനെ ചേർന്ന് നിൽക്കാൻ താല്പര്യമുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ കരങ്ങൾ ഉയർത്തി എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് ഒരു 2014 നവംബർ മാസം 30-ാം തീയതി നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. എഴുന്നേറ്റ് നിന്നാട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കരങ്ങൾ ഉയർത്തി എഴുന്നേറ്റ് നിൽക്കാം. യെസ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കരം ഉയർത്തിയവർക്ക് എഴുന്നേറ്റ് നിന്ന് മുമ്പോട്ട് വരാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ട്. ആമേൻ. എല്ലാവരും ശക്തിയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ട്. ഈ 2014 അവസാനത്തെ മാസങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടത്തക്കവണ്ണം ജീവിതങ്ങളിൽ പ്രവർത്തിക്കുന്ന ദൈവകൃപ വ്യാപരിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ട്. ഈ മുമ്പോട്ട് വന്ന് നിൽക്കുന്ന ജീവിതങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിച്ചിട്ട് അല്ലെങ്കിൽ 2015 ഒരു വ്യത്യസ്ത അനുഭവമാക്കി മാറ്റത്തക്കവണ്ണം ദൈവകൃപ വ്യാപരിക്കുവാൻ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ എഴുന്നേറ്റ് മുന്നോട്ട് വരാം. ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പ്രൈസ് ഗോഡ് പ്രാർത്ഥിക്കാൻ വരണ്ട. ഇപ്പോൾ മുന്നോട്ട് വരാം. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അവസരം ഒരുക്കിയിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. എത്ര നാൾ വൃഥാവായോടി മനുഷ്യ നിൻ ജീവിത ലോകത്തിൻ്റെ ഇമ്പം തേടി കഴിച്ചു നീ ഈ വിധം. എത്ര നാൾ വൃഥാവായി ഓടി മനുഷ്യ നിൻ ജീവിത ലോകത്തിൻ്റെ ഇമ്പം തേടി കഴിച്ചു നീ ഈ വിധം. ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാനായി കാക്കുന്നു. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, പാവങ്ങൾ നീന്ന്. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, പാവങ്ങൾ നീന്ന്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവൻ്റെ അടുക്കലേക്ക് പോവാം. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും കണ്ണുകൾ വെച്ചാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇരിക്കുന്നവർ ഇവരുടെ നേരെ കരം ചൂണ്ടിപ്പിടിച്ചാട്ട് ഇന്ന് പകൽക്കാലം ദൈവം ഇവരെ അനുഗ്രഹിക്കട്ടെ. എത്ര വലിയ തിരമാലകളായാലും അതിനെ അടക്കാൻ മാത്രമല്ല, അതിൻ്റെ മീതെ നടകൊള്ളുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ കൃപ, യേശുവിൻ്റെ കൃപ ഇന്നിവിടെ വ്യാപരിക്കത്തക്കവണ്ണം ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. കരം നീട്ടിപ്പിടിച്ചാട്ട് കർത്താവായിരിക്കുന്ന യേശുവേ, ഇന്ന് പകൽക്കാലം ഇവിടെ വന്ന് നിൽക്കുന്ന ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സഭയായി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കഷ്ടതകൾ നീ അറിയുന്നല്ലോ, ഇവരുടെ വേദനകൾ നീ അറിയുന്നല്ലോ, ഇവരുടെ ദുഃഖങ്ങൾ നീ അറിയുന്നുവല്ലോ, ഇവരുടെ ജീവിതത്തിൽ ലക്ഷ്യമില്ലാത്ത അനുഭവങ്ങൾ നീ അറിയുന്നല്ലോ. എന്നാൽ ഇന്നു മുതൽ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് ഇവർ മടങ്ങിപ്പോകുന്ന നിമിഷം മുതൽ ഞങ്ങൾ കേട്ടതുപോലെ ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഈ വചനത്തിൻ്റെ ശക്തി, ഈ വചനത്തിൻ്റെ വ്യാപ്തി, ഈ വചനത്തിൻ്റെ സത്യം ഇവർക്ക് വേണ്ടി നീ അയക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ പറയുന്ന പ്രാർത്ഥന ഈ വന്ന് നിൽക്കുന്നവർ ഉറക്കെ പറഞ്ഞാട്ടെ. കർത്താവായിരിക്കുന്ന യേശുവേ, അവിടുത്തെ പാദപീഠത്തിലേക്ക് അടിയൻ അടുത്തു വരുന്നു. ഉറക്കെ ഇന്ന് പകല് കേട്ട വചനത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തു രക്ഷിതാവും കർത്താവുമാണ്. ഞാനത് വിശ്വസിച്ചുകൊണ്ട് ഏറ്റുപറയുന്നു. യേശു ക്രിസ്തു എൻ്റെ രക്ഷിതാവ്, യേശു ക്രിസ്തു എൻ്റെ കർത്താവ്. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് എനിക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ, പിതാവിൻ്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്ന ലോകരക്ഷിതാവ്. ഞാനിത് വിശ്വസിക്കുന്നു, ഞാനിത് ഏറ്റുപറയുന്നു. ഇന്ന് മുതൽ യേശുവിനായി
ഞാൻ ജീവിക്കും. കർത്താവേ, വചനം വേദപുസ്തകം ഞാൻ വായിക്കും. എന്നെ നടത്തണമേ, ജയോത്സവമായി നടത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടിയായി യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ in the name of Lord Jesus of Nazareth, praise God, hallelujah. ദൈവത്തിന് ഒരു പുത്തൻ ദിവസം, ഒരു പുത്തൻ അധ്യായം, ഒരു പുത്തൻ അധ്യായം, ഒരു പുതിയ അധ്യായം, ഒരു പുതിയ അധ്യായം, ഒരു പുതിയ അധ്യായം, ഒരു പുത്തൻ ദിവസം, ഒരു പുത്തൻ ദിവസം. ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന വചനത്തിന്റെ വ്യാപ്തി ഈ ജീവിതങ്ങളിലേക്ക് I impart in the name of Lord Jesus. യേശുവിന്റെ നാമത്തിൽ ഞാൻ പകരുകയാണ്, യേശുവിന്റെ നാമത്തിൽ പകരുകയാണ്, യേശുവിന്റെ നാമത്തിൽ പകരുകയാണ്. വിടുതൽ കൽപ്പിക്കുന്നു. ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. തുടർന്ന് ആമേൻ, അത്യാവശ്യമായ ചില അറിയിപ്പുകൾക്ക് ശേഷം ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ചില കാര്യം പറയാനുണ്ട്.